ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽ ഇത്ഖാൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ മാസവും നടന്നു വരുന്ന പേരൻസിന് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സിലാണ് നമ്മൾ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന ഇത്ഖാനിലെ മക്കളുടെ പേരൻസിന് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരിമാരെയും സ്വാഗതം ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമുക്ക് ക്ലാസ് എടുത്തു തരാൻ റെഡിയായിട്ട് നമുക്ക് ഇവിടെ എത്തിയ നമ്മുടെ ഹസീന ടീച്ചറിനെയും സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് അതിൽ ഫോക്കസ് ചെയ്തത് ടീനേജ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതൊരു മദ്രസ ബാച്ച് നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഹിഫ്ളിന് പ്രത്യേക ബാച്ചുകളുണ്ട്. അതേപോലെ മദ്രസ ബാച്ചും കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഖുർആൻ പാരായണത്തിനും അതിൻ്റെ തജ്വീദിനും തഫ്സീറിനുമായിട്ട് മറ്റ് കോഴ്സും നമ്മൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹസീന ടീച്ചറെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു മജ്ലിസിൽ അള്ളാഹു നമുക്ക് ഒരുമിക്കാൻ അവസരം തന്ന അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ്. ഇങ്ങനെ ഒരു മദ്രസക്ക് വേണ്ടി ഒരുക്കിയ ഒരു ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. വളരെ നല്ല രൂപത്തിൽ മക്കളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഈ മദ്രസയുടെ പ്രവർത്തനങ്ങൾ റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് തന്നെ എപ്പോഴും നിർവഹിക്കാനും ഒരുപാട് ആൾക്കാരിലേക്ക് നന്മ എത്തിച്ചു കൊടുക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും തക്കതായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെ വിഷയം എന്നുള്ളത് മക്കളെ വിഷയമാണല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നമ്മൾ ഓരോരുത്തരും ഒരു ഇടയന്മാരാന്ന് പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ഇടയത്വത്തിന്റെ കീഴിലുള്ള ഓരോരുത്തരെ കുറിച്ചും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം. അപ്പം പ്രത്യേകമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ മക്കളെ വിഷയത്തിൽ തീർച്ചയായും റഹ്മാനായ റബ്ബിന്റെ ചോദ്യം നമ്മളോട് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. കുറച്ച് പോയിന്റുകൾ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും പറ്റുമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാം. ഒരു ബുക്കും പെന്നും എടുത്തിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ ക്ലാസ് ശ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായും, ഞാനൊരു പാരന്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ഉപകാരപ്പെടും. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തീർച്ചയായും അത് ഉപകാരപ്പെടും. അത് നോട്ട് ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ പിന്നെ ഒരു സമയത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് എന്താ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ചെറിയ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, മനസ്സിൽ നല്ലപോലെ കുറിച്ചിടാം. എന്നിട്ട് അത് നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്നവരിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
നമ്മൾ എന്ത് കാര്യം, അപ്പൊ ഒന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത്, എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനുള്ളതാകണം അല്ലെ, ഇഖ്ലാസോട് കൂടിയാകണം. ഇഖ്ലാസ് അല്ലെ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിനുള്ളതാക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നുള്ളതാണ്. ഏതൊരു കർമ്മവും ആദ്യം അതിന്റെ നിയത്ത് നന്നാക്കണം എന്നാണ് അല്ലെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ വിഷയത്തില്, നമ്മളെ മക്കളെ വളർത്തുന്ന വിഷയത്തില് നമ്മള് ഈ ഒരു കാര്യത്തില് നമ്മളത് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ എന്തിനാ നമ്മള് ഒരു വിവാഹം കഴിഞ്ഞാല് മക്കൾ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാ? ഇനി മക്കൾ ഉണ്ടായാല് അവരെ നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്നത് എന്തിനാ? അവര് വലുതാകുമ്പോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നത് എന്തിനാ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം? എന്തിനാ നമ്മളെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത്? അവരെ നമ്മൾ ചുംബിക്കുന്നത് എന്തിനാ? അവരെ തലോടുന്നത് എന്തിനാ? അവരെ മാറോട് ചേർത്ത് നിർത്തുന്നത് എന്തിനാ? എന്തിനു വേണ്ടിയാ? നമ്മളെ റബ്ബിന്റെ തൃപ്തി ആവണം, അതിലെല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഒരു കുഞ്ഞുണ്ടാകണം എന്ന നമ്മളെ മനസ്സിലൊരു ആഗ്രഹം വരുമ്പോ തന്നെ നമ്മളെ മനസ്സിലുണ്ടാകണം ആ കുഞ്ഞിനെ കൊണ്ട് അല്ലെ റബ്ബിന്റെ തൃപ്തിയിലായിട്ട് വളർത്തണം. ഈ ദുനിയാവില് ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് വളർത്താൻ നീ കഴിവ് നൽകണേ എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മൾ ഓരോ മക്കളെയും നമ്മൾ വളർത്തണം. നമ്മളെ മക്കളെ സ്നേഹിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? നല്ല നിയത്തോടു കൂടി അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് അള്ളാഹിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് നമ്മളെ മക്കളെ നമ്മളെ വളർത്തിന്ന് വിചാരിക്കുക. അവർക്ക് വേണ്ട നല്ല ദീനി ചുറ്റുപാട് കൊടുത്ത് മദ്രസ വിദ്യാഭ്യാസം നൽകി ഖുർആൻ പഠിപ്പിച്ച് എല്ലാം നമ്മൾ നല്ല രീതിയിൽ ചെയ്തെന്ന് വിചാരിച്ച് ഒരു പക്ഷേ മുതിർന്നപ്പോ ആ കുട്ടി നമുക്ക് ഒരു ഉപകാരം ചെയ്തിരുന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അള്ളാഹു അങ്ങനെയൊന്നും ആക്കാതിരിക്കട്ടെ. എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇൻ കേസ് സംഭവിച്ചാലും നമ്മൾ എന്താക്കേണ്ടതില്ല, അവിടെ നമ്മൾ ഖേദിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു സങ്കടത്തിന്റെ ഒരു ആവശ്യമില്ല, ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലെ. അവര് വലുതായിട്ട് നമുക്ക് അവരൊന്നും തന്നിട്ടില്ലെങ്കിലും ഒരു തരത്തിലും നമ്മള് അവിടെ ഖേദിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ അറിയോ? നമ്മളെ പരിശ്രമം ഒരിക്കലും അവിടെ പാഴായിട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. സൂറത്ത് യൂസുഫിലെ 90-ാമത്തെ ആയത്തിലെ ഒരു ഭാഗമാണിത്. എന്താ ഇവിടെ അള്ളാഹു തആല പറയുന്നത്? നിശ്ചയമായും ആര് സൂക്ഷ്മത പാലിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളുടെ സുഹൃതവാന്മാരുടെ നന്മ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം അള്ളാഹു തആല ഒരിക്കലും പാഴാക്കൂല എന്ന് പറയുന്നത്. പാഴാക്കി കളയുകയില്ല. അപ്പൊ പ്രതിഫലം അത് ഉറച്ച കാര്യമാണ്. നമ്മുടെ മക്കളെ വളർത്തുന്ന ഇതില് അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണത് അല്ലെ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് അല്ലെ, സൂക്ഷിച്ച് പിന്നെ ക്ഷമിച്ച് അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്താല് അവിടെ അവന്റെ പരിശ്രമത്തെ അള്ളാഹു ഒരിക്കലും പാഴാക്കൂല, അവന്റെ പ്രതിഫലം അള്ളാഹ് പാഴാക്കി കളയൂല എന്നാ പറയുന്നത്. ശരിക്കും ചിന്തിക്ക്, നമ്മൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും, ഇത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ. ഈ ഒരു ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലെ ഏത് മേഖലയിലെ പ്രവർത്തനങ്ങൾ എടുത്താലും ഈ ഒരു ഇഖ്ലാസ് നിയത്ത് നല്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടി നല്ല നിയത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അവിടെ ഒന്നും നമുക്ക് എന്തില്ല, ഒരു ഖേദത്തിന്റെ ആവശ്യമേ ഇല്ല. മക്കളെ കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യം എടുത്താലും, ഭർത്താവിന്റെ കാര്യമായിക്കോട്ടെ, മാതാപിതാക്കളുടെ വിഷയമായിക്കോട്ടെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, സമൂഹത്തിലെ കാര്യങ്ങളായിക്കോട്ടെ, അയൽപക്കത്തെ വിഷയങ്ങളായിക്കോട്ടെ, നമ്മൾ ഇടപെടുന്ന നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഈ ഒരു നിയത്ത് നന്നാക്കിയാൽ തീർച്ചയായും നമുക്കവിടെ ഒരു നഷ്ടബോധം നമുക്ക് ഉണ്ടാവില്ല, ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? ഞാൻ ചെയ്തത്, നമ്മളെ ലക്ഷ്യം എന്താ? നമ്മളെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ, അള്ളാഹുവിന് വേണ്ടി
നേരെ മറിച്ച് നമ്മളുടെ ലക്ഷ്യം മാറിപ്പോയാലോ, വേറെ എന്തെങ്കിലും ആണെങ്കിലോ, അവിടെ ഒന്നിലും ഹൈർ ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അവിടുത്തെ ഹൈറിനെ അള്ളാഹു ഇല്ലാതാക്കി കളയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് മക്കളെ വളർത്തുമ്പോ മക്കൾക്ക് നമ്മൾ ഭക്ഷണവും വെള്ളവും സ്നേഹവും തലോടലും കരുതലും എല്ലാം നമ്മൾ കൊടുക്കുമ്പോ ഇവര് വലുതായിട്ട് അല്ലെ ഈ ദുനിയാവിന്റെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മളെ മുൻപിൽ ഉള്ളതെങ്കിൽ അതിലൊന്നും ഒരു ഹൈറും ഇല്ല എന്നാ പറയുന്നത്. ദുനിയാവ് മാത്രമായി പോകാൻ പാടില്ല നമ്മളെ ലക്ഷ്യം. ദുനിയാവിലെ ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല. കാരണം എന്താ, അവിടെ നഷ്ടമാണ് സംഭവിക്കാം. അല്ലെ, ഒരു ചെറുപ്പക്കാരൻ അയാള് പിന്നെ വലിയൊരു സ്വപ്നമായിട്ട് അയാൾ കാണുന്നത് നല്ലൊരു ജോലി ലഭിക്കാന്നുള്ളതായിരിക്കും. ജോലി ലഭിക്കുന്നതോടുകൂടി പിന്നെ അയാളുടെ ലക്ഷ്യം എന്നുള്ളത് പിന്നെ ഒരു വിവാഹം കഴിക്കാന്നുള്ളതായിരിക്കും. അല്ലെ, വിവാഹം കഴിച്ചു കഴിഞ്ഞാല് പിന്നെയുള്ള ജീവിതം എന്തായിരിക്കും, അതിൽ മക്കൾ ഉണ്ടാകാന്നുള്ളതായിരിക്കും. അല്ലെ, പിന്നെ നല്ലൊരു വീട്, സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്നുണ്ടാവും, സ്വന്തമായിട്ട് നല്ലൊരു വാഹനം വാങ്ങണം എന്നുണ്ടാകും. ഇങ്ങനെ പിന്നെ ഒരാൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കിട്ടി, ഇയാൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ലഭിച്ച് അതോടുകൂടി അയാളെ ദുനിയാവിന്റെ ആ ഒരു സ്വപ്നം അവസാനിക്കോ? ഒരിക്കലും ഇല്ല. അല്ലെ, ദുനിയാവിന്റെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങള് അതിങ്ങനെ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നല്ലൊരു വിവാഹം, നല്ലൊരു ഇണയെ കിട്ടി, പിന്നെ മക്കളെ കിട്ടി, വീട് വെച്ച്, പിന്നെ വാഹനമായി ഒക്കെ ആയി. ഇനി എന്താ, ഇനി മക്കളുടെ കല്യാണം, അല്ലെ, അത് കാണണം, അവരുടെ സന്തോഷങ്ങൾ, അതിനുശേഷം പിന്നെ അവരുടെ മക്കള്, ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെ, അതിനൊരു അവസാനം എപ്പോഴാ സംഭവിക്കുക? ഈ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഈ ഇത് പിന്നെ അവസാനം എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അത് നമ്മുടെ മരണത്തോടെ, അല്ലെ, മരണം വരെ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടേയിരിക്കും. മരിക്കുന്നതോടുകൂടി പിന്നെ അതെല്ലാം സ്റ്റോപ്പായില്ലേ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ്, ആരെങ്കിലും തന്റെ ലക്ഷ്യം പരലോകമാക്കി തീർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ വിഷയത്തിലും, അവന്റെ എല്ലാ കാര്യത്തിലും അള്ളാഹു അവന് സമ്പന്നതയും ഐശ്വര്യവും ഒക്കെ അവന്റെ ഹൃദയത്തിൽ നൽകുന്ന പറയുന്നു. നേരെ മറിച്ച് അവന്റെ അതായത് പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട്, ഒരുമിച്ച് കൂട്ടി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പരക്കം പായേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദുനിയാവ് അവന്റെ അടുത്തേക്ക് താണ് അനുസരണയോടെ പിന്നാലെ വരുന്ന പറയുന്നത്. ആരുടെ അടുത്തേക്ക്? ലക്ഷ്യം പരലോകമാക്കി ജീവിച്ച ആളുടെ അടുത്തേക്ക് ദുനിയാവ് അവന്റെ പിറകെ വരും. അവൻ ആഗ്രഹിക്കാതെ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ അവൻ അല്ലാഹു തആല ഇങ്ങനെ അടുത്ത് ചെന്ന് നടത്തി കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്, അല്ലെ. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, ആരുടെയെങ്കിലും ഉദ്ദേശം ദുനിയാവാണ് ഒരുത്തന്റെ ലക്ഷ്യം, നിയത്ത്, ഉദ്ദേശമൊക്കെ ദുനിയാവാണെങ്കിലോ, ദാരിദ്ര്യം അവന്റെ കൺമുമ്പിൽ വെച്ച് അള്ളാഹു വെച്ചു കൊടുക്കും എന്ന് പറയുന്നത്. പിന്നെയോ അവന്റെ കാര്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമായി പല ഭാഗത്തായി പരന്നു കിടക്കുന്നുണ്ടാവും. അവിടെ ഇവിടെ ഒക്കെ പോയി വാരി എടുക്കേണ്ട ഒരു അവസ്ഥ. ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ആളുടെ അവസ്ഥയാ പറയുന്നത്. ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ കഴിയൂല, പരക്കം പായേണ്ട ഒരു അവസ്ഥയായിരിക്കും. എന്നാലോ അങ്ങനൊക്കെ ആണെങ്കിലും അവന് അള്ളാഹ് നിശ്ചയിച്ചതല്ലാതെ കിട്ടൂല്ല. അതാണ് ദുനിയാവ് ലക്ഷ്യം വെച്ച ആളുടെ അവസ്ഥ. അവിടെ അള്ളാഹ് ഉദ്ദേശിച്ചതേ കിട്ടൂ, പക്ഷെ ഇങ്ങനെ വല്ലാതെ പരക്കം പായേണ്ടി വരും. അവിടെ ഇവിടൊക്കെ വാരി വിതറി കിടക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പോ അള്ളാഹു എളുപ്പാക്കിയാൽ എല്ലാം എളുപ്പാവും. അപ്പൊ നമ്മൾ എന്താക്കണം? നിയ്യത്ത് നന്നാക്കണം. ലക്ഷ്യം പരലോകമാകണം. മക്കളെ വളർത്തുന്ന വിഷയത്തില് അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി മാത്രമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്ന അറിയോ? ഈ ഒന്നാമത്തെ കാര്യം മക്കളെ വളർത്തുന്ന വിഷയത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇവിടെ നമ്മളെ വിഷയം അതായതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം നിയത്ത് നന്നാക്കാം. മക്കളൊക്കെ വളർന്ന് വലുതായി, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ ഈ നിമിഷം നമുക്ക് നിയത്ത് നന്നാക്കാം, അല്ലെ. നമ്മളെ നിയത്ത് നമുക്ക് പുതുക്കിക്കൊണ്ടേയിരിക്കാം.
നമ്മളെ റബ്ബിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യാന്നുള്ളതാണ്. ധാരാളമായി ഇത് കണ്ടിന്യൂസ് നമ്മൾ ദുആ മക്കൾക്ക് വേണ്ടി നിർവഹിച്ചു കൊണ്ടേയിരിക്കണം, അതിലൊരു ഇടതടവില്ലാതെ. കാരണം എന്താ, മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ലെ, 3 പ്രാർത്ഥനകൾക്ക് പ്രത്യേക ഉത്തരമുണ്ട്, അത് തള്ളപ്പെടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടി, പിന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന, പിന്നെ മർദ്ദിതന്റെ പ്രാർത്ഥന. ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അല്ലെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. നല്ല പ്രാർത്ഥനയാണത്, നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട നല്ലൊരു പ്രാർത്ഥനയാണ് അത്. കുടുംബത്തിനും ഇണകൾക്കും മക്കൾക്കും ഒക്കെ ആ കൺകുളിർമ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പ്രാർത്ഥനയാണ്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ അല്ലെ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ അല്ലാ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നേതാവാകാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളെ മക്കൾക്ക് സാധിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു സൗഭാഗ്യം തന്നെയായിരിക്കും അല്ലെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ അല്ലാ. എല്ലാ നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നല്ല മക്കൾ, സ്വാലിഹീങ്ങളായ നല്ല മക്കളാക്കി തീർക്കണേ റഹ്മാനെ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന അല്ലെ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ ഓർത്തു നോക്ക്. അദ്ദേഹം മക്കൾക്ക് വേണ്ടിയിട്ട്, വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, റബ്ബി ജുനുബിനി വബനിയ അൻ നഅബ്ദൽ അസ്നാം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഓരോന്നുണ്ടല്ലോ, നമ്മൾ വളരെ വളരെ ഇങ്ങനെ മുറുകെ പിടിക്കേണ്ടതാ. കാരണം എന്താ അറിയോ, സ്വന്തം കാര്യം പറയുമ്പോ അപ്പോഴൊക്കെ ദുരിയത്തി എന്റെ സന്തതികൾ, എന്റെ മക്കള്. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹനിധിയായ അല്ലെ ആ ഒരു പ്രാർത്ഥന. നമ്മളും പ്രാർത്ഥിക്കണം, അള്ളാഹുവേ അല്ലെ, റബ്ബി ജുനുബിനി വബനിയ അൻ നഅബ്ദൽ അസ്നാം, അള്ളാഹു എന്നെ നീ അകറ്റി നിർത്തണമേ, അതുപോലെ എന്റെ മക്കളെയും. അൻ നഅബ്ദൽ അസ്നാം, അസ്നാമുകളെ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട് അല്ലെ, അള്ളാഹു അല്ലാത്ത അസ്നാമുകളിലേക്ക് പോകുന്നതിൽ നിന്ന്. അസ്നാം എന്ന് പറയുമ്പോൾ കേവലം വിഗ്രഹങ്ങൾ മാത്രമല്ല, ഇന്നത്തെ ഈ ദുനിയാവില് പലതും അസ്നാമുകളായിട്ട് നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട്. നമ്മളെ മക്കൾ അങ്ങനെയുള്ളവരെ അനുസരിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലെ, അങ്ങനെയുള്ളവരെ അനുസരിച്ച് അവരുടെ പിന്നാലെ പോകുന്നതിൽ നിന്ന് പലതും ഇന്ന് ലഹരി അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ദുനിയാവിൽ. അള്ളാഹു എല്ലാരും കാത്തു രക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇത് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബി ജുനുബിനി വബനിയ അൻ നഅബ്ദൽ അസ്നാം. അതായത് അള്ളാഹു അല്ലാത്ത ഇതിലേക്ക് പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ അസ്നാമുകളാണ്. അത് സംഘടനകളായിക്കോട്ടെ, പാർട്ടികളായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മളെ മക്കളെ അള്ളാഹുവേ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. എപ്പോഴും പ്രാർത്ഥിക്കാം. നമസ്കാരം നിലനിർത്തുന്നവരല്ലേ, റബ്ബി ജഅൽനി മുഖീമിസ്സലാത്ത്, നിസ്കാരം നിലനിർത്തുന്ന മക്കളാക്കണം അല്ലാഹ് എന്നെയും എന്റെ സന്തതികളെയും. അപ്പം ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ഒരു സമയത്ത് പ്രാർത്ഥിച്ചത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് റബ്ബുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയങ്ങളില്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ എന്താക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ കാവൽ എന്തായാലും ഉണ്ടാവും. വിശ്വാസം വേണം. ഞാൻ പ്രാർത്ഥിച്ച എന്റെ മക്കളെ കാര്യം ഞാൻ പറഞ്ഞു എന്റെ റബ്ബിനോട് പറഞ്ഞാല് തീർച്ചയായും റബ്ബ് ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അതാണ് അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്. എന്ത് കാര്യം ശരിയാണെങ്കിൽ നല്ല വിശ്വാസം നമ്മൾ ശരിയാകണം അല്ലെ. വിശ്വാസം എന്ന് പറഞ്ഞാല് ഈമാൻ. എന്താ ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ. നമ്മൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ ദുആ വേറെ എങ്ങോട്ടും പോകരുത്, അള്ളാഹുവിലേക്ക് മാത്രം, അള്ളാഹുവിനോട് മാത്രം.
ലാ ഇലാഹ ഇല്ലല്ലാ. ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് സൂറത്ത് ലുക്മാനിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ആദ്യമായിട്ട് തന്റെ മകനെ, കുഞ്ഞു മകനെ യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് എന്താ അറിയോ? ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് മോനെ, പൊന്നു മോനെ. ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് വമ്പിച്ച തെറ്റാണ്, അത് വല്ലാത്തൊരു തിന്മയാണത്. ഇനി അത് പ്രവർത്തിക്കരുതേ, അല്ലെ? ശുദ്ധമായ വിശ്വാസത്തിൽ അടിയുറച്ച തൗഹീദിൽ നമ്മളെ മക്കളെ വളർത്തണം. ആ മക്കള് അതിൽ വളരണം. നമ്മൾ അതിനുള്ള ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ചെറിയ പ്രായം മുതലേ, അല്ലെ? യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നമായ ഘട്ടത്തില് മക്കളോട് എന്താ ചോദിച്ചത്? എനിക്ക് ശേഷം നിങ്ങൾ ആരെയാ ആരാധിക്കാം, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കളോട് ഈ വിശ്വാസം നമ്മൾ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. എന്ത് വന്നാലും അള്ളാഹു അല്ലാത്തതിലേക്ക് പോകാൻ പാടില്ല മക്കളെ. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ പഠിപ്പിക്കണം മക്കളെ. കുഞ്ഞു പ്രായത്തിലെ നമുക്ക് എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാരില് ചെറിയ മക്കളുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലെ നമ്മൾ അത് ഇട്ട് കൊടുക്കണം അവരുടെ മനസ്സിൽ. കാരണം ഭയങ്കരമായിട്ട് അത് ക്യാച്ച് ചെയ്യും. ചെറിയ പ്രായത്തിൽ കുട്ടികളെ മനസ്സിൽ ആ വിശ്വാസം നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ചെറിയ പ്രായത്തിലെ നല്ല തർബിയത്ത് കൊടുത്ത് നമ്മളെ മക്കളെ വളർത്തിയാല് അവരൊരിക്കലും ചീത്തയായി പോകൂല. മുതിർന്നാല് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ കൂട്ടുകെട്ടിൽ പെട്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവരൊരിക്കലും പൂർണ്ണമായും നാശത്തിലേക്ക് പതിക്കൂല എന്ന് പറയുന്നത്. ചെറിയ കുഞ്ഞു പ്രായത്തില് അവരുടെ ഹൃദയത്തില് അവരുടെ തലച്ചോറിൽ നമ്മൾ നന്മകൾ കുത്തി നിറക്കണം. അവരെ മറ്റെന്ത് വന്നാലും അതൊന്നും കാച്ചപ്പ് ചെയ്യാത്ത രീതിയിൽ ചെറിയ പ്രായത്തിലെ നന്മകൾ, ദീനീ വിഷയങ്ങൾ, ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് കേൾക്കട്ടെ. ചെറിയ കുഞ്ഞു മക്കൾക്ക് ചെറുപ്പത്തിലെ നമ്മൾ ഈ ഫോൺ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പം ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പാടില്ല. നമ്മൾ ആ ഏറ്റവും ചെറിയ പ്രായം ഏറ്റവും നല്ല തർബീയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയാന്നാ പറയുന്നത്. ചെറിയ പ്രായത്തില് നല്ലത് മാത്രം കേൾക്കുക, നല്ലത് പഠിപ്പിക്കുക. ഖുർആനിന്റെയും അറബി അക്ഷരങ്ങളുടെയും ഒരു ഇതാവണം നമ്മളെ മക്കളുടെ കാതുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, തലച്ചോറിലേക്കൊക്കെ ആദ്യം എത്തിച്ചേരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം വരും തലമുറകളെങ്കിലും നല്ല രീതിയിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരും ഒരു നല്ലൊരു പരിശ്രമം. പ്രഗ്നൻസി ടൈമിൽ തന്നെ ഇത് കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. പ്രഗ്നൻസി ടൈമിൽ തന്നെ നമുക്ക് നമ്മളെ മക്കളെ നല്ലതാക്കാൻ കഴിയും. നമ്മൾ ഖുർആനിന്റെ ആൾക്കാരായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് ഖുർആൻ പഠിച്ച് ഖുർആനിന്റെ ആ ഒരു ഇതിലേക്ക് തന്നെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ നല്ലപോലെ ഖുർആനുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ തീർച്ചയായും ഉറപ്പ് 100% പറയാം, മക്കൾ എന്തായാലും ഖുർആനിന്റെ വഴിയിലേ വരും. നമ്മൾ ആ ഒരു സമയം മുതൽ നമ്മള് മക്കളെ കൊണ്ടുവരണം ആ ഒരു ദീനീ ചിട്ടയിലായിക്കൊണ്ട്. ഒരു കുഞ്ഞിന് മാതാവ് ഗർഭാശയത്തിൽ വളർത്തുന്ന ആ സമയം തൊട്ട് തന്നെ തുടങ്ങണം എന്നാ പറയുന്നത്. ഇനി അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള നമ്മളുടെ ഓരോ സെക്കൻഡുകളും നമ്മളെ മക്കൾക്ക് വേണ്ടിയുള്ളതാവട്ടെ, മക്കളെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ളതാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്ത് തൗഹീദ് ഹൃദയത്തിൽ ഉറപ്പിക്കണം. റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിലേക്കും. ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ചെറിയ കുട്ടികള് ചോദിക്കും, എന്താ ഷിർക്ക്, ഇല്ലേ? എന്താ ഷിർക്ക് ചെയ്യാൻ പാടില്ല? എന്താണ് ഷിർക്ക്? പക്ഷെ അവർക്ക് അറിയൂല ചിലപ്പോ. മാഷാ അല്ലാഹ്, നമ്മളിപ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് അറിവൊക്കെ കിട്ടി. നമ്മള് ഷിർക്കും വിശ്വാസത്തിലൊന്നും നമ്മളില്ല, അല്ലെ? അൽഹംദുലില്ലാഹ് നമ്മള് ജാറങ്ങളിൽ പോകുന്നില്ല, മഖബറകളിൽ പോകുന്നില്ല, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരുപക്ഷെ അതെന്താന്ന് അറിയണ്ടാവില്ല, അല്ലെ? പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം ഇവര് വലുതാകുമ്പോ ഏത് കൂട്ടുകെട്ടില്ല നമ്മൾ പെട്ടുപോകാന്ന് അറിയില്ലല്ലോ. അപ്പൊ ഷിർക്ക് എന്താന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെ, അള്ളാഹു അല്ലാത്തവരിലേക്ക് സഹായങ്ങൾ തേടുന്ന, മരിച്ചുപോയ മഹാന്മാരെ അള്ളാഹുവിന്റെ അടിയിൽ പിന്നെ അള്ളാഹുവിലേക്കുള്ള ഒരു അടയാളന്മാരായി നിശ്ചയിക്കുന്ന അത്തരം കാര്യങ്ങൾ, അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോകുക, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതല്ല അള്ളാഹുവില് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ ഒരു വിഷയം നല്ല അവർക്ക് എങ്ങനെയാ മനസ്സിലാകുക ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. അപ്പോഴാണ് അവര് ചോദ്യം വരിക. നമ്മൾ മക്കളെ വിളിച്ചിരുത്തിയിട്ട്
കുറച്ച് സമയം ദീനീ വിഷയങ്ങൾ സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. രാത്രി എല്ലാം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് എല്ലാരും ഉറങ്ങാൻ പോകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് എല്ലാരും കൂടി ഇരുന്നിട്ട് അള്ളാഹിനെ കുറിച്ചിട്ട് ദീനി വിഷയങ്ങൾ, നമുക്കറിയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു ഹദീസിന്റെ ബുക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാം. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളെ വിഷയമെങ്കിലും പറഞ്ഞു കൊടുക്കാം. എന്തെങ്കിലും ഒരു ദിക്കറിന്റെ ശ്രേഷ്ഠത എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ സംശയങ്ങൾ വരാൻ തുടങ്ങും. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പം വിശ്വാസം, ശുദ്ധമായ വിശ്വാസത്തില്, തൗഹീദിൽ അടിയുറച്ച വിശ്വാസത്തില് നമ്മളെ മക്കൾ വളരട്ടെ. അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആദ്യം നമ്മളെ വിശ്വാസം ശരിയാവണേ, അപ്പോഴാണല്ലോ മക്കളും ആ വിശ്വാസത്തിൽ വരുക, അല്ലെ? പിന്നെ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? മക്കൾക്കിടയിൽ നീതി പുലർത്തുക എന്നുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരിക്കല് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പിന്നെ സ്വത്ത് പിന്നെ ഇങ്ങനെ തന്റെ മകന് കൊടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് വസിയത്ത് പോലെ ഇങ്ങനെ പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ മറ്റു മക്കൾക്ക് ഈ വിഷയത്തിൽ കറക്റ്റ് ഇതേപോലെ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ എന്തുണ്ടാവില്ല, സാക്ഷി നിൽക്കൂല. ഇത് പാടില്ലാത്തതാണ്. എന്ത് കാര്യത്തിലും, എല്ലാ വിഷയത്തിലും ഇസ്ലാമിന്റെ നിയമങ്ങളും ചട്ടങ്ങളും എപ്രകാരമാണ് ആ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം, അല്ലെ? ഒരു സഹാബി പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉള്ളപ്പോ അദ്ദേഹത്തിന്റെ അടുക്കല് അദ്ദേഹത്തിന്റെ മകൻ വന്ന് അപ്പോ ആ സഹാബി എന്ത് ചെയ്തു എന്നറിയോ? സ്നേഹത്തോടെ അതിനെ ചേർത്ത് പിടിച്ച് ചുംബിച്ച് തന്റെ മടിയിലിരുത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ സഹാബിയുടെ ഒരു മകള് വന്നു. അപ്പോ അദ്ദേഹം ആ മകളെ ചേർത്ത് അരികിലിരുത്തി. അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്പോട്ടില് ആ സഹാബിയോട് പറഞ്ഞ്, താങ്കൾ അനീതി പ്രവർത്തിച്ച്, താങ്കൾ നീതി കാണിച്ചില്ല, നീതി പാലിച്ചില്ല. സുബ്ഹാനല്ലാഹ്, എന്താ അവിടെ അനീതി കാണിച്ചെന്നറിയോ? ആദ്യം മകൻ വന്നപ്പോ ചുംബിച്ച് മടിയിലിരുത്തി, മകള് വന്നപ്പോ അടുത്ത് ചേർത്തിരുത്തി. സ്വാഭാവികമായിട്ട് നമ്മള് ഈ ഒരു കാഴ്ച നമ്മളെ കാണുന്നെങ്കിൽ നമുക്ക് അതിൽ വലിയ ഒരു ഇതൊന്നും തോന്നൂല, അല്ലെ? പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിച്ച് അവിടെ ആ ഒരു തെറ്റിനെ തിരുത്തി കൊടുത്തു അദ്ദേഹത്തിന്. ആദ്യത്തെ മകൻ വന്നപ്പോ ചുംബിച്ച് മടിയിലിരുത്തിയെങ്കിൽ മകള് വന്നപ്പോഴും ചുംബിച്ച് മടിയിലിരുത്തണമായിരുന്നു, അല്ലെ? പക്ഷെ അദ്ദേഹം ചേർത്തിരുത്തി. അവിടെ അദ്ദേഹം വേർതിരിവ് കാണിക്കണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ അത്ര പോലും മക്കളുടെ ഇടയിൽ എന്താകാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തരിക ചെയ്യുന്നത് ഈ സംഭവം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനത്തെ കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്തായാലും മാതാപിതാക്കൾക്കില്ലേ ചില മക്കളോട് കുറച്ച് സ്നേഹം വാത്സല്യം കൂടുതലുണ്ടാവും. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ മറ്റു മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ആ സ്നേഹ കൂടുതൽ പ്രകടിപ്പിക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടുണ്ടാവും, അല്ലെ? നമുക്കറിയാലേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ. സത്യത്തില് ആ ഇഷ്ടത്തിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. അല്ലെ? അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും സ്നേഹം കാണിച്ചത്. പക്ഷെ ആ സ്നേഹം മറ്റു സഹോദരങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കി? അസൂയ വളർത്തിയില്ലേ? ആ അസൂയ എവിടെ വരെ എത്തിച്ച്? ആ കുട്ടിയെ കൊല്ലാനുള്ള തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയില്ലേ? പക്ഷെ അവർ കൊന്നില്ല, ഒറ്റക്കിണറ്റിലിട്ടൂല്ലേ? അപ്പോ അവിടെ അങ്ങനെ നമ്മൾ എന്ത് കാര്യത്തിലും അവിടെ പ്രവാചകന്മാർ ഒരിക്കലും അനീതി കാണിക്കുന്നവരല്ല. അവിടെ അദ്ദേഹം നീതിയോട് കൂടി തന്നെയാണ് ആ ഒരു കാര്യം നിർവഹിച്ചത്. പക്ഷെ അവിടെ പോലും എന്ത് സംഭവിച്ചു? അസൂയ എന്ന ഒരു വല്ലാത്തൊരു ഇത് അവിടെ സംഭവിച്ചു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾക്കിടയിൽ എന്ത് കാര്യത്തിലായാലും ഏത് വിഷയത്തിലും നമ്മൾ നീതി പുലർത്തണം. മക്കള് വലുതായാലും ചെറുതായാലും എല്ലാ കാര്യത്തിലും അവരോട് നമ്മൾ തുല്യനീതി കാണിക്കണം. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്ന കാര്യം മക്കളോട് കാരുണ്യത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. നല്ല സ്നേഹത്തോടെ. കാരുണ്യം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഒരു വല്ലാത്തൊരു പ്രയോഗമാണ് കേട്ടോ. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മളോട് പറഞ്ഞ എന്താ അറിയോ, ഇർഹമു മൻഫിൽ അർദി യർഹമുക്കും മൻഫിസ് സമാ അല്ലെ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന. എങ്ങനെ കരുണ കാണിക്കുന്ന പറഞ്ഞാല് ശിക്ഷിക്കേണ്ടി വന്നാൽ പോലും നീതി പാലിക്കണം എന്നാ പറയുന്നത്. നമ്മളിപ്പോ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അവരെ നമ്മൾ ശിക്ഷിക്കുന്ന വിചാരിക്കുക, അവിടെ പോലും നമ്മൾ എന്താക്കണം, നീതി കാണിക്കണം. അടിക്കേണ്ട അവസ്ഥ വന്നാൽ അവിടെ പരിക്കേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതെങ്ങനെയാ പരിക്കേൽപ്പിക്കാതെ അല്ലെ? അതൊന്നും നമുക്ക് അറിയൂല. പരിക്കേൽപ്പിക്കാൻ പാടില്ല, അപമാനിക്കുന്ന രീതിയിലും ആകാൻ പാടില്ല. എങ്ങനെയാ പരിക്കേൽപ്പിക്കാന്ന് വെച്ചാലില്ലേ, അടിച്ചു പൊട്ടിക്ക. അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും മുഖത്തടിക്കാൻ പാടില്ല. അത് പ്രത്യേകം പറഞ്ഞൊരു കാര്യം. യുദ്ധത്തിൽ പോലും, ഇസ്ലാമില് യുദ്ധത്തിൽ പോലും എന്താക്കാൻ പാടില്ല, മുഖം വികൃതമാക്കാൻ പാടില്ല പറയുന്നുണ്ട്, മുഖത്തെ ആക്രമിക്കാൻ പാടില്ല പറയുന്നുണ്ട്, അവിടെ മാന്യത കാണിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്വന്തം മക്കളെ വിഷയത്തില് അല്ലെ, എല്ലാരും പെട്ടെന്ന് ദേഷ്യം വരുമ്പോ എങ്ങോട്ടേക്കാ നീ കൈ പോകാന്? ശരിക്കും ശിക്ഷിക്കുന്നത് അവര് നന്നാകാൻ വേണ്ടിയിട്ടാണോ, അല്ല നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ? ഓരോരുത്തർ ചിന്തിക്കണേ. കുട്ടികള് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാല് നമ്മൾ ശിക്ഷ കൊടുക്കുന്നത് പലപ്പോഴും നമ്മളെ കോപം തീർക്കാൻ വേണ്ടിയിട്ടാ അല്ലേ, അല്ലാതെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി അടിയൊക്കെ കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിക്കാം. കാരണം പക്ഷെ അടിക്കുന്ന വിഷയത്തിൽ പോലും എവിടെയാണെന്നറിയോ അടിക്കാൻ പറഞ്ഞത്? 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. 7 വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കണം. നമ്മൾ ഓരോ വക്തിലും നമ്മളെ മക്കളോട് നിസ്കരിക്കാൻ പറയണം, കൽപ്പിക്കണം, നിസ്കാരം കൊണ്ട് നിസ്കരിപ്പിക്കണം. പക്ഷെ അവിടെ ഒന്നും അടിക്കാൻ പറഞ്ഞില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്, നിസ്കാരല്ലേ ഏറ്റവും വലുത്. എന്നിട്ട് അവിടെ എന്താക്കാൻ പറഞ്ഞിട്ടില്ല, 10 വയസ്സ് എന്നിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നല്ല അടി കൊടുത്തു. അവിടെ അടിച്ച് പൊട്ടിക്കാനാ പറഞ്ഞത്, അല്ല, അങ്ങനെയല്ല പറഞ്ഞത് അല്ലെ. കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്കളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടേ അല്ലല്ലോ, ഒരിക്കലല്ല. നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ ആ അടി കൊണ്ട് മക്കൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ അടിക്കണം, അവർ ചെയ്ത തെറ്റ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് ഇനി ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള അപ്പൊ ആ കുട്ടിക്കുണ്ടല്ലോ അടി കൊള്ളുമ്പോ ശരിക്കും മനസ്സിലാവും ഞാൻ ചെയ്തത് തെറ്റാണ്, ഇത് ശരിയാക്കണം. നേരെ മറിച്ച് നമ്മളെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിക്കുന്നെങ്കിലോ ആ കുട്ടിയും പകയും ദേഷ്യവും ആ കുട്ടിയുടെ മനസ്സിൽ നന്നാകണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല, കൂടുതൽ വഷളാകുകയെ ചെയ്യുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. മക്കളെ ഒന്നും അടിക്കേണ്ട ഒരു വിധം ആകാതിരിക്കട്ടെ, ആ രീതിയിലൊന്നും മക്കൾ ആകാതിരിക്കട്ടെ. എന്നാലും പറയാ, നമുക്ക് ദേഷ്യം പിടിക്കും, മക്കളെ വിഷയത്തിൽ നമുക്ക് നല്ല ദേഷ്യം പിടിക്കും. ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് മക്കളെ വിഷയത്തിലാണ്. ഒരു കുഞ്ഞു മക്കൾ 3-4 ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ 2-3 അതായത് 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സിന്റെ ഗ്യാപ്പിൽ കുഞ്ഞു മക്കൾ ഇങ്ങനെ വളരുന്നുണ്ടെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാല് ഒരു 1.5 ക്ഷമ വേണം. എന്നാലേ നമുക്ക് അത് വളർന്ന് വലുതായാലോ, എത്ര വലുതായാലും മക്കൾക്കിടയിൽ നമുക്ക് നല്ല ക്ഷമ വേണം. ഒരിക്കലും മക്കള് വിഷയത്തില് മക്കളുടെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, കുരുത്തക്കേടുകൾ ഉണ്ടാകും. പക്ഷെ നിരന്തരം നമ്മൾ അടിക്കാൻ പാടില്ല. അടിച്ചാലുണ്ടല്ലോ അവർക്ക് വിലയുണ്ടാവൂല. നമ്മളെപ്പോഴും അടിക്കുമ്പോ അവർക്ക് അടി കൊള്ളുന്നതിന് ഒരു മടിയും ഉണ്ടാവില്ല, അവര് നന്നാവും ചെയ്യൂല. ഞാൻ മുമ്പ് മദ്രസയില് ലൈവായിട്ട് മദ്രസയെ പഠിപ്പിച്ച ഒരു ടീച്ചറാ. 10-14 വർഷം ഞാൻ മദ്രസ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ഇങ്ങനെ ഓൺലൈൻ മദ്രസയും കാര്യങ്ങളൊക്കെ വന്നത്. അന്ന് ഓൺലൈൻ മദ്രസയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പോയി പഠിപ്പിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു മദ്രസ പഠിപ്പിക്കാൻ പോവുക, കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളത്. കുട്ടികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ നല്ല പേടിയുമാണ്. എന്നാൽ നല്ലോണം തമാശയും നല്ലോണം പഠിക്കുകയും ചെയ്യും. എന്നാൽ നല്ല പേടിയുമാണ്. അതെങ്ങനെയാ? ആ രീതിയിൽ നമ്മൾ മക്കൾക്ക് ഇടയിൽ നിൽക്കണം. നമ്മളെ സ്വന്തം മക്കളെ പോലെ കണ്ടിട്ട് നമ്മള് മദ്രസയിലെ ടീച്ചേഴ്സ് കുട്ടികളെ ആ രീതിയിൽ നമ്മൾ പെരുമാറണം.
ഞാൻ എന്റെ കുട്ടി എങ്ങനെ തെറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും സമീപനം. അപ്പൊ ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടി ഭയങ്കര വികൃതിയാണ്. ഭയങ്കര വികൃതി വെച്ചാല് ഭയങ്കര കുരുത്തക്കേട്. എല്ലാ ടീച്ചർമാരും പറഞ്ഞ എന്നോട് അവനെ കൊണ്ട് പൊറുതി മുട്ടി ടീച്ചറെ ക്ലാസ്സിൽ ഒരു സ്വസ്ഥത തരുന്നില്ല. ഭയങ്കര ഇങ്ങനെ ഞാനിങ്ങനെ അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഇങ്ങനെ പിന്നെ പരാതി പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഏതാ കുട്ടിയാ നോക്കട്ടെ ഒന്ന്. ഞാൻ അങ്ങനെ ആ ക്ലാസ്സിൽ ഒരു പിന്നെ ചാർജ് ഞാൻ ഏറ്റെടുത്ത് ഞാൻ എന്നിട്ട് നോക്കിയെന്നു. അപ്പൊ പിന്നെ ആ കുട്ടി എന്താ പറയുന്നത്, കുട്ടികൾ അടിച്ചോ പിന്നെ അടിച്ചോ, കൈ ഇങ്ങനെ വേണമെങ്കിൽ അടിച്ചോ, ഇവിടെ കൈ കാണിച്ചിട്ട് ഇവിടെ അടിച്ചോ, അല്ലെങ്കിൽ ഇവിടെ ചന്തി കാണിച്ചിട്ട് ഇവിടെ അടിക്കുന്ന ഇങ്ങനെ ചോദിക്കുന്ന ആ കുട്ടി. കുരുത്തക്കേട് കളിക്കൂ എന്നിട്ട് വേണമെങ്കിൽ എന്നെ അടിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ. ഞാൻ എന്താക്കിന്നറിയോ, ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു നല്ല മോനാന്ന് കേട്ടാ, ഇപ്പൊ വലുതായി മാഷാ അള്ളാ. പിന്നെ എന്താ പറയാ, അത് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു നീ നല്ല മോനാ, നിന്റെ കുരുത്തക്കേടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ, പിന്നെ അതുകൊണ്ട് ഞാൻ നിന്നെ ക്ലാസ് ലീഡർ ആക്കി എന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ്സിലെ ക്ലാസ് ലീഡറാക്കി ക്ലാസ്സിന്റെ ഉത്തരവാദിത്വം ഓനെ ഏൽപ്പിച്ച്. പിന്നെ ഇങ്ങനെ ഞാൻ അടിക്കുകയേ ചെയ്യൂല, ഞാൻ അടിക്കൂല, ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് നല്ല മോന അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് സോപ്പിട്ട് കാര്യങ്ങൾ ഉത്തരവാദിത്വം കുറച്ച് ആരെങ്കിലും പുറത്തൊക്കെ കളിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയണം കേട്ടാന്നെല്ലാം പറഞ്ഞിട്ട് ഫുൾ ഉത്തരവാദിത്വം ഓനെ ഏൽപ്പിച്ച്. സൂപ്പർ എന്ന് പറഞ്ഞാല് മാഷാ അള്ളാ, എന്താ പറയാ, നല്ല ആ ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടിയായിട്ട് മറിച്ച നല്ല ആ കുട്ടിക്ക് സംഭവിച്ച എന്താ അറിയോ, വീട്ടിൽ ഞാൻ നോക്കി, ഞാൻ അന്വേഷിച്ചു, ഓന്റെ ഉമ്മാനെ വിളിച്ച് വീട്ടില് പോയി. അപ്പം പറഞ്ഞാൽ ഭയങ്കര കുട്ടികളുടെ എപ്പോഴും അടിക്കൂ, എപ്പോഴും ഉമ്മാന്റെ അടുത്ത് അടി കൊണ്ട് ആ കുട്ടിക്ക് അടി എന്ന് പറയുന്ന ഒരു വിലയില്ലാണ്ടായി. പിന്നെ എല്ലാരും മുമ്പ് പറയും ഓന് ഭയങ്കര കുരുത്തക്കേട. അപ്പൊ എന്തായി മൊത്തത്തിൽ എന്തായി, കുരുത്തക്കേടുള്ള ഒരു കുട്ടിയാണ് എന്നുള്ള ഒരു ലേബിള് ഓൾറെഡി വന്നു കഴിഞ്ഞു. അന്നേരം പിന്നെ എന്താ പറയാ, നന്നാണോ എന്നുള്ള ഒരു ഇത് ആ കുട്ടിക്ക്. അപ്പം ഇതിപ്പം ഈ പേരിലാണ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ രീതിയിൽ തന്നെ അങ്ങനെ പോകാൻ അതിലാണ് പിന്നെ ആ കുട്ടി എന്താക്കുന്നത്, പിന്നെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാ അഭിമാനത്തോടെ പറയുന്നതെന്ന്, നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഒരിക്കലും ഇങ്ങനെ കണ്ടതിനും കേട്ടതിനും എല്ലാത്തിനും വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അടിച്ച് ആ രീതിയിൽ ശാസിക്കുക എന്നുള്ളത് എന്തല്ല, ശരിയല്ല. എന്നാ ഫുള്ളായിട്ട് അവർക്ക് എല്ലാം വിട്ടുകൊടുക്കുന്ന രീതിയിൽ അതും പാടില്ല. ഫുള്ളായിട്ട് എല്ലാം പോട്ടെ, സാരില്ല മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. അടി കൊടുക്കേണ്ട കാര്യം വന്നാൽ അടി കൊടുക്കന്നെ ചെയ്യണം. അടിക്കേണ്ട കാര്യമാണ്, കുട്ടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അടി കൊടുക്കണം ശരിക്കും. പക്ഷെ നിരന്തരം തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും ചെറുപ്പത്തിലേ അടിച്ച് അപ്പൊ ആ കുട്ടി എന്താവൂല, ആ കുട്ടിക്ക് നന്നാകണോ എന്നുള്ള യാതൊരു ചിന്തയും ഉണ്ടാവില്ല. പിന്നെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് അതും അത്ര നല്ല സ്വഭാവമല്ല കേട്ടോ. ഈ കുട്ടിക്ക് ഭയങ്കര കുരുത്തക്കട, ഒരു സ്ഥലത്ത് നിൽക്കൂല, ഇരുന്നിടത്ത് ഇരിക്കൂല എന്നെല്ലാം വലിയ അഭിമാനത്തോടെ ഓരോരുത്തർ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പറയും. അങ്ങനെയല്ല വേണ്ടേ. നമ്മളെ മക്കളെ വേറെ നല്ല ക്വാളിറ്റീസ് ഉണ്ടാവില്ലേ. ഞാൻ എപ്പോഴും എന്റെ മക്കളെ കുറിച്ച് നല്ലതാ, അവരെ മുമ്പിൽ നിന്നും എല്ലാരോടും ഞാൻ നല്ലതേ പറയാറുള്ളൂ. അതെപ്പോഴും അത് അവർക്ക് ഭയങ്കര അഭിമാനമാണ്. നമ്മളുമ്മാക്ക് അല്ലെ നമ്മളെ കുറിച്ച് നല്ല ഇതാ ഉള്ളത് എന്നുള്ള ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ശരിക്കും നമ്മള് കുറെ ഇങ്ങനത്തെ എല്ലാം മനഃശാസ്ത്രപരമായിട്ട് ഇങ്ങനത്തെ വിഷയം നമ്മൾ പഠിക്കണം. അതായത് മക്കളോട് കാരുണ്യത്തോടെ പെരുമാറാന്നുള്ളതാണ് പോയിന്റ് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ ശിക്ഷിക്കേണ്ട അവസ്ഥ വന്നാൽ പോലും അവിടെ നീതി പാലിക്കണം എന്നാ പറഞ്ഞത്. പിന്നെ നമ്മളെ കോപം പിന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ദേഷ്യം എന്താക്കാൻ പാടില്ല, മക്കളിലേക്ക് അങ്ങിട്ട് കൊടുക്കാൻ പാടില്ല. നല്ല കാരുണ്യം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സൗമ്യമായ പെരുമാറ്റം, മക്കളുമായി നല്ലൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കാൻ കഴിയണം. നമ്മൾ എല്ലാത്തിനും പിന്നെ ദേഷ്യം പിടിക്കുന്ന ഒരു ചാടിക്കടിക്കാൻ വരുന്ന ഒരു പട്ടിയെ പോലെ ആണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും പറയാൻ നമ്മളെ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ? നമ്മളെ മക്കളോട് നമ്മൾ നല്ല ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, അവര് വേറെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തും. മക്കളുമായി നമ്മൾ നല്ല ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിൽ അവരുടെ പരാതികൾ അവർ ആരോട് പറയും? അവരാരോടാ പറയാ? അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സങ്കടങ്ങൾ ഇനി ആരെങ്കിലും അവരോട് മോശമായി പെരുമാറി എന്ന് വിചാരിക്കാം, അത് അവരാരോടാ വന്നിട്ട് പറയാ? ഈ ഉമ്മാനോട് ഒന്നും പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഉപ്പാനോട് ഒന്നും പറയാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും ദേഷ്യം, എന്ത് പറഞ്ഞാലും കുറ്റം. മതി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അവരൊന്നും പറയാതെ മാറി നിൽക്കും. അങ്ങനെ നമ്മളിൽ നിന്ന് അവർ അകന്നു പോയാല് പിന്നെ അവര് വേറെ ബന്ധങ്ങളിലേക്കാ പോകാം.
വേറെ ആൾക്കാരുമായി ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നേരായ രൂപത്തിലുള്ള അല്ലെങ്കിലോ നമുക്ക് നമ്മളെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാ സംഭവിക്കാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നമുക്ക് പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. ഇപ്പൊ എന്റെ ഈ ക്ലാസ്സിൽ കൂടുതലും ഉമ്മമാരായിരിക്കുമല്ലോ ഇത് കേൾക്കുന്നുണ്ടാകാന്. എനിക്കറിയില്ല ഉപ്പമാരുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറയാ, ഉമ്മമാരെ നിങ്ങൾ ഓരോരുത്തരും നല്ല സ്നേഹമുള്ള ഉമ്മമാരാകണം. മക്കളെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന, അവരെ കഥ പറയുമ്പോൾ അവരുടെ സ്കൂളിലത്തെ കാര്യങ്ങളായാലും മദ്രസത്തെ കാര്യങ്ങളെ പറയുമ്പോൾ അത് കേൾക്കാൻ മനസ്സുള്ള, അത് കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കുന്ന നല്ല ഉമ്മമാരാകണം നമ്മള്. അവരോട് ചോദിക്കണം, ഇന്നെന്താ പഠിച്ചേ? ഞാനിങ്ങനെ വിചാരിക്കും, ഞാന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഉമ്മക്ക് ഒന്നും അറിയില്ല. ഉമ്മ 4ാം ക്ലാസ് വരെ സ്കൂൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നോട് ചോദിക്കും, ഇന്ന് എന്തെല്ലാം പഠിച്ചേ? പരീക്ഷക്കെല്ലാം പോയിട്ട് വന്നപ്പോ എന്താ എല്ലാം കിട്ടിയില്ല, ഫിസിക്സ് ബയോളജി ഒന്നും അതിന്റെ ABCD അറിയില്ല, ഒന്നും അറിയില്ല. എന്നാലും ചോദിക്കൂ, പിന്നെ പരീക്ഷക്കെല്ലാം കിട്ടീനാ മോളെ? എന്തെല്ലാം ഇന്ന് ചോദ്യം ഉണ്ടായേ? നീ പഠിച്ചതെല്ലാം വന്നിനാ? അത് കേൾക്കുമ്പോ തന്നെ ഒരു സന്തോഷാണ് അല്ലെ? നമ്മളങ്ങനെ നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ലൊരു ഫ്രണ്ട്, എന്തും പറയാൻ കഴിയണം നമ്മളെ മക്കൾക്ക് നമ്മളോട്. അത് നമ്മളെ സ്വഭാവം നല്ലതാകുമ്പോഴേ നമ്മളെ മക്കൾ നമ്മളോട് എല്ലാം പറയൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാലേ, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ഇപ്പം മക്കളിപ്പം വളർന്ന് വലുതായി എന്ന് വിചാരിക്കാം. പഠനത്തിന്റെ കാര്യത്തിനൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും പറഞ്ഞയച്ചെന്ന് വിചാരിക്കാം. അവരെ കൂട്ടുകെട്ടിൽ ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയോ ഇനി ആരെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഒരു ദീനിന്റെ പിന്നെ വിഷയത്തിൽ പിന്നെ ബാധിക്കുന്ന വിഷയത്തിലുള്ള എന്തെങ്കിലും പിന്നെ അവരുടെ ഹൃദയത്തിൽ നിറച്ചാല് അവരാരോടാ ഇത് ഷെയർ ചെയ്യാ? അവർക്ക് ഇതിനുള്ള പരിഹാരം ആരാ കണ്ടെത്തി കൊടുക്ക? അതിന് നമ്മളേ ഉള്ളൂ. അവർക്ക് നമ്മൾ ഉണ്ടാകണം. അവർക്ക് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം, എന്തിനും ഏതിനും. ഇപ്പം പിന്നെ അവർ ചോദിക്കൂ, പിന്നെ ഇന്ന സ്ഥലത്തുനിന്ന് പോയിക്കോട്ടെ. അപ്പൊ നമ്മൾ അത് എവിടെയാണ് സ്ഥലം, എന്താണ് അവിടെ കാര്യം അന്വേഷിച്ചിട്ട് പിന്നെ പെട്ടെന്ന് പോയിട്ട് വരണേ. അപ്പൊ അവർ ചോദിക്കും, അവിടെ ഇന്ന സാധനം എന്തെങ്കിലും വാങ്ങാൻ, അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങി കഴിക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും കുട്ടികൾക്ക് ഇല്ലേ? പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ വിഷയത്തില്. പെൺകുട്ടികൾ അങ്ങനെ വിടണ്ട കേട്ടാ, പെൺകുട്ടികൾ നമ്മൾ കൂടെ കൊണ്ടുപോയി നടത്തും. പിന്നെ ആൺകുട്ടികൾ കുറച്ച് വലുതാവുമ്പോ ഇങ്ങനെ ചോദിക്കുമല്ലോ, അന്നേരം നമ്മൾ വേണ്ട ശരിയാവൂല വേണ്ട, അങ്ങനെ ഭയങ്കര കർശന നിലപാട് സ്വീകരിച്ചാല് എന്താ സംഭവിക്കാന്നറിയോ? അവര് പിന്നെ പോണോന്ന് തോന്നുമ്പോ നമ്മളോട് പറയാണ്ട് പോകും. നമ്മൾ ചോദിക്കാതെ പൈസ എടുത്തിട്ട് പോകും. നേരെ മറിച്ച് നമ്മൾ പറയുന്നത്, പോയിക്കോ, പക്ഷെ പെട്ടെന്ന് വരണേ, ഇത്ര സമയത്തിനുള്ളിൽ വരണേ, എന്തെങ്കിലും ഇത്ര ചെറിയൊരു എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് ഇതിന് കഴിയുന്ന സാധനം വാങ്ങിച്ചിട്ട് മാത്രം വന്നാൽ മതിയെ, വേറെ ഇതിന്റെ എക്സ്ട്രാ വേറെ ഒന്നും ചെയ്യാൻ പാടില്ലേ, പോയിക്കോ, എവിടെ പോകുന്നതിനൊന്നുമില്ല, പക്ഷെ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരണം, വേറെ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടാൻ പാടില്ല. ഇങ്ങനെ നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു ചില്ലറ പൈസയും കൊടുത്തിട്ട് നമ്മൾ വിട്ട് ആ സമയമാകുമ്പോൾ അവർ തിരിച്ചു വരും. പിന്നെ അവർക്ക് ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, മോനിക്ക് എവിടെ പോകണമെങ്കിലും ഉമ്മാനെ വിളിച്ച് പറയണേ, പറയാതെ പോയേക്കരുതേ, ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിൽ തിരിച്ചെത്തണേ, എവിടെ പോകുന്നുണ്ടെങ്കിലും പറയണം. ആ ഒരു രീതിയിൽ നമ്മളെ മക്കളെ ഒരു ക്ലോസ് റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാം അവർക്ക് തുറന്ന് പറയാൻ നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാവരും മുമ്പ് തന്നെ നമ്മളെല്ലാം പറയണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓരോ പ്രായത്തിലും അറിയേണ്ട കുറെ കാര്യങ്ങളില്ലേ, അതൊന്നും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല അല്ലെ? ഇപ്പം സ്ത്രീകളാകുമ്പോ നിസ്കാരം ഇല്ലാത്ത വിഷയം അല്ലെ, കൊറോണ കാലത്ത് അധികം ഉമ്മമാരും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഒരു വിഷയമാണത്. ഇതെന്താ മുമ്പ് നിസ്കരിക്കാത്ത ആൺകുട്ടികൾ ചോദിക്കുമ്പോ ഉത്തരം മുട്ടുന്ന ഒരവസ്ഥ അല്ലെ? പക്ഷെ നമ്മളെ ആൺകുട്ടികൾക്ക് അതൊക്കെ അറിയണ്ടേ? എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഫ്രണ്ട്ലി ആയിട്ട് അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അത് നല്ലൊരു ബന്ധം നമ്മളെ മക്കളുമായിട്ട്, നല്ലൊരു സ്നേഹബന്ധം, നല്ലൊരു സൗഹാർദ്ദം നമ്മൾ സ്ഥാപിക്കണം. ഇല്ലെങ്കിൽ അല്ലെ, എന്ത് വിഷയം അവർക്ക് നമ്മളോട് ചോദിക്കാം, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ആ രീതിയിൽ നമ്മളെ ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അറാബിയോട് പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം, എനിക്ക് എത്ര 9 മക്കളെങ്ങാനുണ്ട്, ഞാൻ ഇതുവരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞു പോയോ? ഒരു മക്കളെ ചുംബിച്ചിട്ടില്ല, ഉമ്മ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ശരിക്കും
നമ്മളെ മക്കളിലെ എവിടെങ്കിലും പോകുമ്പോ ഉമ്മ പോട്ടെ അസ്സലാമു അലൈക്കും എന്നിട്ട് ഒരു മുത്തം തരുന്നുണ്ടെങ്കിലില്ലേ, ആ മക്കൾ എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹത്തിന്റെ ഒരു നിറകുടാണ് അല്ലേ. അള്ളാഹു എല്ലാ മക്കളെ അങ്ങനെ നമ്മൾ ശീലിപ്പിക്കണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇല്ല, ഒരു മുത്തം കൊടുക്കുന്നതിനെ കൊണ്ട് എന്താ നഷ്ടം വരാനുണ്ട്? അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താല് നമ്മളൊരു സമ്മാനം പോലെ അവർക്ക് എന്ത് കൊടുക്ക, ഒരു മുത്തം കൊടുക്ക. ചുംബനം എന്നുള്ളത് അതൊരു ഭയങ്കര സ്നേഹത്തിന്റെ ഒരു സിമ്പലാണ്. അത് നമ്മള് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ഒക്കെ കൊടുക്കും. അന്നേരം പിന്നെ അവരെ സ്നേഹം വേറെ എന്തിലേക്കൊക്കെ പോവാൻ സാധ്യത ഉണ്ട്. ഈ വിഷയത്തിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കൽ പിന്നെ ഇതുപോലെ മദ്രസയിൽ എന്റെ മോള് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ഒരു ഉസ്താദ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചോലും. അപ്പൊ എല്ലാത്തിനും കൈവന്തിച്ചത് എന്റെ മോളാണെന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ്. എന്നുവെച്ചാല് ഇന്ന് വരാൻ പോകുമ്പോ ഉമ്മാക്ക് മുത്തം കൊടുത്തിട്ട് വന്ന ആരാന്നും ചോദിച്ചപ്പോ നല്ലോണം കൈവന്തിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്താ ഇപ്പോഴും ഇപ്പോഴും മാഷാ അല്ലാഹ് ഇപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു മുത്തം തരാണ്ട് പോകൂല. മാഷാ അല്ലാഹ്. നമ്മൾ അങ്ങനെ അങ്ങനെ വളർത്തണം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആ രീതിയിൽ നമുക്ക് ചിട്ടയോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. എത്ര വലുതായാലും നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, നമ്മള് ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം എന്നാണ്. അതായത് പിന്നെ ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യന്റെ ബന്ധുവിന്റെ ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാൻ, നിസ്കരിച്ചാ മോനെ, നിസ്കരിച്ചാ? അത് നമ്മൾ ചോദിക്കണം. അത് ആരായാലും ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്, എടുക്കാം. ഒരു കോള് വന്നിട്ടാണേ. അപ്പൊ പിന്നെ നമ്മൾ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കേണ്ട സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഉപദേശിക്കണം. ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് എന്താ അറിയോ, അത് നിസ്കാരം. നമുക്കറിയാലേ, നേരത്തെ നമ്മൾ ലുക്മാൻ അലൈഹിസ്സലാമിന്റെ കാര്യം പറഞ്ഞില്ലേ. അദ്ദേഹം തന്റെ മകനെ വിളിച്ചു പറയുന്നുണ്ടല്ലേ, യാ ബുനയ്യ അഖിമിസ് സ്വലാ, എന്റെ പൊന്നു മോനെ നീ എന്താക്കണം, നിസ്കാരം നിലനിർത്തണം കേട്ടോ. നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ അതായത് ശിക്ഷിക്കേണ്ടി വന്നാൽ പോലും മയത്തോടെ നീതിയോടുകൂടി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഉപദേശിക്കുമ്പോഴും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഉപദേശിക്കാൻ പാടില്ല. ഉപദേശം ഉപകാരപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഉപദേശമാകണം. ഇവിടെ ലുക്മാൻ അലൈഹി സ്വലാം ഓരോ കാര്യം പറയുമ്പോഴും യാ ബുനയ്യ യാ ബുനയ്യ, എന്താണല്ലേ യാ ബുനയ്യ എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ ഒരു വിളിയാണ്. ഖുർആനില് അറബിയില് അള്ളാഹു തആല നമുക്ക് അറബി ഭാഷയിൽ അറിയാം. നമുക്ക് ഈ ബുനയ്യ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹത്തോടെ എന്റെ പൊന്നു മോനെ, പൊന്നു മക്കളെ എന്നൊക്കെ പറയൂലേ, അങ്ങനെ വിളിക്കുന്ന അത്രയും സ്നേഹത്തോടെ വിളിച്ചിട്ടാ പറയുന്നത്. എന്നിട്ട് ഈ നിസ്കാരം നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ പറയുന്നുണ്ട്, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തി മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാ ഔ ഫിൽ അർദി യഅതി ബിഹ അല്ലാഹ്. അവിടെ ലുക്മാൻ അലൈഹിസ്സലാം വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ അറിയോ, നീ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് എത്ര ചെറുതാണെങ്കിലും, അതൊരു പാറയുടെ ഉള്ളിലാണെങ്കിലും, ഇനി ആകാശത്ത് എവിടെയോ ഭൂമിയിൽ എവിടെയാണെങ്കിലും അത് അള്ളാഹ് കൊണ്ടുവരും. അതായത് അള്ളാഹ് അറിയും. അത് അള്ളാഹ്ക്ക് അറിയാം കേട്ടോ. അള്ളാഹുവിനെ അറിയാത്ത ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അറിവിലും കഴിവിലും പെടാത്തതായിട്ട് ഒന്നുമില്ല. അതുപോലും സ്നേഹത്തോടെയാ പറയുന്നത്. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടല്ലോ, ശിക്ഷിക്കും. നീ
ഇങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിട്ട് തീ ഇട്ട് കരിച്ച് ചുട്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ല വേണ്ടത് അല്ലേ. സ്നേഹത്തോടെ അള്ളാനെ പറഞ്ഞിട്ട് ഉപദേശിക്കുക. നമ്മള് ശരിക്കും അവരെ ഭയപ്പെടുത്തി പിന്നെ ഉപദേശിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയോ? ദേഷ്യത്തോടെയാണ് നമ്മൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഭയം വരും, അള്ളാഹിനോട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് അള്ളാഹിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഭയം ഉണ്ടാവും. നമ്മളോടോ, നമ്മളെല്ലാലും അവര് ഭയക്കേണ്ടത് ഇല്ലേ? നമ്മളെ ഭയന്നിട്ട് എല്ലാലും അവര് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പേടിപ്പിച്ചു വെച്ചാൽ എന്താ, ചെറുപ്പത്തിലേ അങ്ങനെ പേടിപ്പിച്ചു വെച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? ഉപ്പാനെ കാണുമ്പോൾ മാത്രമുള്ള ഒരു നിസ്കാരം ഉണ്ടാവും, ഉപ്പാനെ കാണുമ്പോൾ മാത്രമുള്ള ഒരു നല്ല കുട്ടി, നല്ല പിള്ള ചമയാന്നുള്ള അല്ലെ, ഉപ്പ അല്ലെങ്കിൽ ഉമ്മ, ഉപ്പയാന്നല്ലേ പൊതുവെ പേടിപ്പിക്കാറുള്ളത് അല്ലെ. ചില ഉമ്മമാരും ഉണ്ട് എന്താ പറയാ, ചില ഉപ്പമാര് ഭയങ്കര സ്നേഹത്തിൽ സൗഹൃദത്തിൽ നിൽക്കുന്ന ഉപ്പമാരുണ്ട്. അങ്ങനെയുള്ള അങ്ങനെയുള്ളവരുടെ ഉമ്മമാരേക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്, പൊതുവെ അങ്ങനെ കണ്ടുവരാറുള്ളത് അല്ലെ. ചിലത് ഉപ്പയും ഉമ്മയും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ മക്കളുടെ അവസ്ഥ വല്ലാത്തിരിക്കും അല്ലെ. പക്ഷം കാക്കട്ടെ. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ ഇടയിൽ വളരുന്ന മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ചെറിയ മക്കളായിട്ട് വളർന്ന് വലുതായതല്ലേ അല്ലെ. നമ്മളെന്താ ആഗ്രഹിച്ചത്? നമ്മളെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് നമ്മൾ ആഗ്രഹിച്ചത് എന്താ? നമ്മള് സ്നേഹവും വാത്സല്യവും തലോടലും അല്ലെ, നല്ല വാക്കുകളൊക്കെ അല്ലേ നമ്മളും ആഗ്രഹിച്ചത്. ഭയപ്പെടുത്തുന്ന, ചീത്ത പറയുന്ന, തൊട്ടതിനും പിടിച്ചതിനൊക്കെ അടിക്കുന്ന അങ്ങനെയുള്ള ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് ഇഷ്ടം ഉണ്ടാവുമോ? അവർ പറയുന്നത് കേൾക്കാൻ, അവരടുത്ത് വരാൻ പോലും ഇഷ്ടം ഉണ്ടാവില്ല. ആരോ ഒരാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി, മരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നേർച്ചാക്കിയിട്ട് പണ്ടാരത്തിൽ പൈസ കിട്ടിന് പോലും ഉപ്പ ചെറുപ്പത്തില്. അങ്ങനത്തെ സ്വഭാവം കൊണ്ട് അള്ളാഹു പഠിച്ചം കാക്കട്ടെ. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ ആവാൻ പാടില്ല നമ്മളെ മക്കൾക്കിടയിൽ. ഉപദേശിക്കണം, അത് ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം, നല്ല രീതിയിൽ ഉപദേശിക്കണം, അള്ളാഹുവിനെ പറഞ്ഞിട്ട് ഉപദേശിക്കണം. ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ കണിശത പുലർത്തണം. മക്കളെ വിളിച്ചുണർത്തുന്ന വിഷയത്തില്, സുബഹിന്റെ കാര്യത്തില് ഒരു ആലംഭാവം നമ്മൾ കാണിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷിക്കാൻ നമുക്ക് അവകാശം തന്നതുപോലും ആ വിഷയത്തിലാ. പക്ഷെ ആ വിഷയത്തിൽ നമ്മൾ അടിക്കൊന്നും ചെയ്യൂല അല്ലെ. സുബഹിക്ക് എണീച്ചിട്ടില്ലെങ്കിൽ നമ്മള് മക്കളോട് എണീക്കുമ്പോ നിസ്കരിച്ചാൽ മതി എന്ന് പറയും അല്ലെ. കഴിഞ്ഞ ഒരു ദിവസം ക്ലാസ്സിൽ പറയുന്നുണ്ടായി, നമ്മളെ വീട് തീ പിടിച്ച് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നമ്മളെ മക്കൾ അവിടെ ഉറങ്ങുന്നു. അയ്യോ എന്റെ കുഞ്ഞു മക്കള് ഉറങ്ങിക്കോട്ടെ, പാവങ്ങൾ, അവരെ ഉറക്കം എണീപ്പിക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വിളിക്കാതെ നമ്മൾ മാത്രം അവിടെ നിന്ന് പോകുവോ, രക്ഷപ്പെടുവോ? ഇല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? അയ്യോ അല്ലെ, വിളിച്ച് എണീപ്പിച്ച് അവിടെ തീ പിടിക്കുന്ന പെട്ടെന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് മാറ്റുമല്ലേ. ഒരിക്കലും നമ്മൾ ആ തീയിൽ നമ്മളെ മക്കളെ ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മുടെ നമ്മള് ഇത്തിരി പൊള്ളിയാലും നമ്മളെ മക്കൾക്കൊരു പൊള്ളൽ ഏൽക്കരുത്, വേദനിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അവിടെ രക്ഷപ്പെടുത്തൂലേ. പക്ഷെ നരകത്തിന്റെ കാര്യത്തിൽ എന്താ ആ ഒരു കാര്യം, ആ ഒരു കണിശത നമ്മൾ കാണിക്കാത്തത്? സുബഹി നിസ്കാരം നിർബന്ധമാണല്ലേ. ചെറിയ 7 വയസ്സ് മുതൽ ശീലിപ്പിക്കണം എന്നാണ്. 7 വയസ്സ് മുതൽ നമ്മളെ മക്കളെ സുബഹിക്ക് വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കണം. നമ്മൾ ശീലിപ്പിക്കണം അവരെ. അപ്പോഴാണ് അവർ 10 വയസ്സാകുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അവരെന്താക്കും, അവരുടെ നിസ്കാരം എന്നുള്ള ആ കാര്യം അവരിൽ ആക്റ്റീവ് ആകും. അവർക്ക് അറിയും, അവർക്കൊരു ബോധം വരും. നിസ്കരിക്കണം, എണീക്കണം. അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ചിന്ത വരും. രാത്രി കിടക്കുമ്പോ ഇശാ നിസ്കരിക്കാതെ അവർ ഉറങ്ങൂല. നമ്മളത് ശീലിപ്പിക്കണം. 7 വയസ്സ് മിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു അലംഭാവം എന്താണെന്നറിയോ? ആ കുട്ടിക്ക് പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല. ചെറിയ മോളാണ്. എത്ര വയസ്സായി? 10 വയസ്സ്. 11 വയസ്സ്. ഇല്ല, പീരീഡ്സ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാക്കലില്ല. എന്തൊരു ലാഘവത്തോടെയാണെന്നറിയോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാലില്ലേ, പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയാം. ചെറിയ പ്രായത്തിലില്ലേ മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുവേ. ഒരു 4 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് ആ ഒരു പ്രായം ഉണ്ടാവില്ല. നമ്മള് നിസ്കരിക്കുന്ന നമ്മളപ്പുറം വരുമോ, നിസ്കരിക്കുവോ, ഒതുകൊടുക്കലും പ്രാർത്ഥിക്കലും ഖുർആനോദലും ഒന്നും പറയണ്ട. എന്നാൽ ഈ 7 വയസ്സാകുമ്പോഴേ അവർക്കൊരു മടി വരുന്നുണ്ടാവും. നമ്മൾ കുറേ പറയേണ്ടി വരും. കണ്ടുവരുന്ന ഒരു ഒരു ഇതാണ് ശരിക്കും. പഠിച്ചോനെ, ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഒരു വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണല്ലോ.
അതുവരെ നമ്മൾ പറയാതെ തന്നെ അവരിങ്ങനെ വന്ന് ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മൾ പറയേണ്ട ഒരു സമയമാകുമ്പോ പടച്ചോൻ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പൊ നമ്മളും ഒരു മടിയും കൂടാതെ ഓരോ വക്തിൽ നിസ്കരിക്കുക മോളെ, നിസ്കരിക്കുക മോനെ, നിസ്കരിച്ച ഇങ്ങനെ ചോദിച്ച് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ മതി. നിർബന്ധിച്ചിട്ട് വാശി പിടിച്ചിട്ട് അടിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ 10 വയസ്സ് വരെ അങ്ങനെ തന്നെ. 10 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അത് അടിക്കാൻ അനുവാദം തന്നതാ. അപ്പൊ ആ കാര്യം നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ പറയുന്നതാണ് നമ്മളെ മക്കളുടെ കൂട്ടുകെട്ടുകള് അവരാരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് നമ്മളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇന്നത്തെ കൂട്ടുകെട്ടുകൾ എന്ന് പറയുന്നത് കൺമുമ്പിൽ ഇല്ലാത്ത ആളുകളുമായിട്ടാണ്. എന്നാ വലിയ ബന്ധമായിരിക്കും അവരായിട്ട്. ചിലപ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ സോഷ്യൽ മീഡിയകൾ വഴി ഭയങ്കരമായ ചങ്ങാത്തം. ഈ ഗെയിമെല്ലാം ഉണ്ടാവില്ല ആൺകുട്ടികളെക്കാളും ഗെയിം. പിന്നെ എന്തെല്ലാം ഈ സോഷ്യൽ മീഡിയ പറയുമ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനത്തെ ഓരോന്നിൽ നിന്ന് പരിചയപ്പെട്ട ആരൊക്കെയോ ആയിട്ടിരിക്കും അവർക്ക് കൂട്ടുകെട്ടുണ്ടാകുക. ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇവരാരൊക്കെ കളിക്കുന്നത്? ആൺകുട്ടികൾ ഗെയിം കളിക്കും. ഓൺലൈനിൽ ഇങ്ങനെ കണക്ഷൻ ആക്കിയിട്ടുള്ള ഗെയിം ഉണ്ടാവും. വേറെ ആൾക്കാർ അപ്പുറത്തുണ്ടാവാം. ഇവരൊറ്റക്ക് ഇവിടുന്ന് കളിക്കുന്നുണ്ടാകാം. എന്റെ മോന് ഫോണിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്നു, വേറെ പ്രശ്നമൊന്നും ഇല്ലാലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അപ്പുറത്ത് അങ്ങേ തലക്ക് ആരാ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് ഇന്നത്തെ ഗെയിം ആയാലും മറ്റ് കണക്ഷൻസ് എല്ലാം തന്നെ. ഭയങ്കര നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത്. കാരണം എന്താ അറിയോ? അത് നമുക്ക് നമ്മൾ വിചാരിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളിലേക്കാണ് ചെന്നെത്താൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണത്. നല്ലൊരു ചങ്ങാതിനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുമായിട്ട് ഇങ്ങനെ ഇടപഴകുക, ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു വിഷയം ശ്രദ്ധിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ പറയുന്നത് എന്താ അറിയോ? ചെറിയ കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ എത്രയോ കേട്ടതാ അല്ലെ? പക്ഷെ ആരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര ചെറിയ കുട്ടികൾക്ക് നമ്മൾ വേഗം നമ്മളെ തലവേദന ഒഴിവാക്കാൻ അവർക്ക് കൊടുത്തിട്ട് ഒഴിവാക്കില്ലേന്ന് മക്കളെ. അത് കൊടുത്താൽ ഒരു ഭാഗത്ത് അനങ്ങാണ്ട് ആടി ഇരുന്നോളൂ. നമുക്കും വേണ്ടത് അതാണ് അല്ലേ? അവരെ ബുദ്ധി നശിക്കുകയും അവരെ മരവിപ്പിണ്ടാവുകയും, ശരിക്കും പറഞ്ഞാല് അവരുടെ കാഴ്ചയും അവരുടെ ഉൾക്കാഴ്ചയും നശിപ്പിക്കും എന്ന് പറയുന്നത്. കാഴ്ച എന്ന് പറയുന്നത് പുറമേ ഉള്ള നമുക്കെല്ലാം കാണേണ്ട ആ ഒരു കാഴ്ച, അല്ലാതെ കണ്ടറിയേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. അതും അവരെ നശിപ്പിക്കും. ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം മാതാവും പിതാവും ഒരേപോലെ ഇൻക്ലൂഡ് ആയിട്ട് വേണം ചെയ്യാന്. പിന്നെ പലപ്പോഴും ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അല്ലെ? പക്ഷെ രണ്ടും ഒരുപോലെ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേൾക്കാനൊക്കെ അവസരം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചിലവരെല്ലാം ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് എന്ത് വന്നാലും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയായിരിക്കും. ചിലത് നേരെ തിരിച്ചായിരിക്കും. എന്ത് വന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പഴിചാരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? മക്കളെ വഷളാകുകയെ ചെയ്യാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? പറയേണ്ട രൂപത്തിൽ പറയേണ്ട ആൾക്കാരോട് പറയാം. മക്കളെ വിഷയം മക്കളോട് പറയാം. മക്കള് നന്നാവേണ്ട വിഷയത്തിലാണെങ്കിൽ അവരോട് പറയാം, അവരെ ശാസിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് ദൂരെയുള്ള സ്ഥാപനങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കുന്നത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. നമ്മളെ വീടുകളിൽ നിന്ന് നമ്മൾ അവരെ പറഞ്ഞയക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താ, നമ്മൾ കൃത്യമായി അന്വേഷിക്കണം. വളരെയധികം ജാഗ്രത വേണ്ട ഒരു വിഷയമാണ്. വേണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ഇതിൽ നമ്മളെ മക്കളൊക്കെ എത്തണം, ശരി തന്നെയാണ്. പക്ഷെ എത്ര ദൂരെ വിടുമ്പോഴും ഒരു കയറ് നമ്മളെ കയ്യിൽ ഉണ്ടാകണം. അവരുടെ കൂടെയുള്ള കൈവിട്ട് പോയതിന് ശേഷം ഖേദിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഉസ്താദിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ കൗൺസിലിംഗ് സെന്ററിലോ പോയിട്ട് എന്റെ മക്കളെ നന്നാകാൻ നിങ്ങളൊന്ന് ഉപദേശിക്കുക ഇവരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല.
നമ്മള് എപ്പോഴും ഇസ്ലാമിന്റെ ലേബലിൽ തന്നെ നമ്മളെ മക്കളെ വളർത്തണം. എവിടെ പറഞ്ഞയക്കുമ്പോഴും 5 വഖത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താക്കണം, നല്ല ശ്രദ്ധിക്കണം. നിസ്കാരത്തിന് സൗകര്യമുള്ള ദീനി കാര്യങ്ങളിൽ സഹകരിക്കുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ അവരെ പറഞ്ഞേക്കണം. എത്ര വലിയ ഭൗതിക വിദ്യാഭ്യാസം ആണെങ്കിലും അവിടെ ദീനിന് ഏറ്റവും ആദ്യത്തെ മാർക്ക് നമ്മൾ ദീനിന് തന്നെ കൊടുക്കണം. ദീനിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന പെൺകുട്ടികളെ നമ്മളെ ഇത് വിട്ട് ദൂരെ ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും പഠിപ്പിക്കാൻ അയക്കണ്ടെന്നാ എൻ്റെ ഒരു ഇത്. നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവായിരിക്കും, നല്ല ശ്രദ്ധയും നല്ല കെയറിങ് ഒക്കെ കിട്ടുന്നത്. പിന്നെ അതത്രയും നമുക്ക് 100% വിശ്വാസയോഗ്യമായതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളില് പെൺകുട്ടികളെല്ലാം പറഞ്ഞേക്കുന്ന ചെന്നൈ എവിടെ ആണെങ്കിലും അവിടെ എല്ലാം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയണം. ഈ വിഷയത്തിലൊക്കെ നമ്മളൊരു ജാഗ്രത, എപ്പോഴും ഒരു കരുതൽ നമുക്ക് ഉണ്ടാകണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ദൂരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് കണ്ടറിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയി അവരെ കാര്യങ്ങൾ അന്വേഷിച്ച്, അല്ലാതെ അവരങ്ങനെ കയറൂരി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ ഓരോന്നും കേൾക്കുന്ന വല്ലാത്ത ദുരവസ്ഥയാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറുന്ന കുറച്ച് മുമ്പ് ഞാൻ ഒരാളുടെ വോയിസ് ഇങ്ങനെ കേട്ടപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാല് ഒരു പാരന്റ് അവരുടെ മകൾക്ക് ഒരു പിന്നെ എഞ്ചിനീയറിങ്ങിന് എന്തോ ഒരു അഡ്മിഷൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് അങ്ങനെ അന്വേഷിച്ചതാ. അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് റബ്ബേ, എന്തെല്ലാം ഓരോ കോളേജുകളിൽ നടക്കുന്നത്. റഹ്മാനായ റബ്ബേ, അവിടെ ആ സ്ഥാപനം നടത്തുന്ന ആളുകൾക്കോ അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ അവിടെ ഒരു പ്രശ്നവും. അതായത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡ് ആയിട്ട് ഒരുമിച്ചിരിക്കുന്നതിനോ കെട്ടിപ്പിടിക്കുന്നതിനോ ചേർന്നിരിക്കുന്നതിനോ ഒന്നും അവർക്ക് അവിടെ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ക്യാമ്പസുകൾ. കുട്ടികൾക്കും അങ്ങനെ തന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ആ രീതിയിൽ അവർ വളരുക. അങ്ങനത്തെടുത്തൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞേക്കരുത്. നമ്മളെ മക്കൾ എത്ര നല്ല മക്കളാണെങ്കിലും ഇങ്ങനെയുള്ളതിലൊക്കെ പോയി പെട്ടാല് അവരും അങ്ങനെ തന്നെ അങ്ങനെ ആയി പോകും. അവരങ്ങനെ ആകണമെന്നൊന്നും അവരുടെ മനസ്സിലുണ്ടാവില്ല. നല്ല മക്കളായിരിക്കും, ഭയങ്കര ശ്രദ്ധയായിരിക്കും. പക്ഷെ ആദ്യമൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാനും ശ്രദ്ധിക്കാനൊക്കെ കഴിയും. പക്ഷെ കുറച്ച് അങ്ങോട്ട് പോക അവരും ചിലപ്പോൾ അതിന്റെ കൂടെ അങ്ങനെ അങ്ങ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ അയക്കണ്ട. എത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും വേണ്ട. കുറച്ച് പൈസ എല്ലാം കൊടുത്തിട്ട് പിന്നെ സുരക്ഷിതത്വത്തോടെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പോയി വരുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ മതി. അത്രേ വേണ്ടു വിദ്യാഭ്യാസം വേണം. ഞാൻ പറയുന്ന നമ്മൾ ഏതൊരു സ്ത്രീയും ഏതൊരു പെണ്ണും പഠിക്കണം. എന്തിനാണെന്നറിയോ? കുറെ ജോലികൾ നേടി പിന്നെ കുറെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളെ മക്കൾക്ക് നമ്മൾ നല്ല ചിട്ടയും എല്ലാ ഇതും കൊടുത്ത് നമുക്ക് വളർത്താൻ കഴിയണമെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം വേണം. മതപരമായ വിദ്യാഭ്യാസം വേണം, ഭൗതിക വിദ്യാഭ്യാസം വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കുട്ടികളെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തിരി കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പഠിച്ചോ, വിദ്യാഭ്യാസം നേടിക്കോ. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. നല്ല സംസ്കാര സമ്പന്നരായി നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പം പിന്നെ നമ്മളെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. എപ്പോഴും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിക്കോട്ടെ. നിസ്കരിച്ച കാര്യം നമ്മൾ എത്ര വലിയ കുട്ടികളായാലും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ കേട്ടാ. കാരണം എന്താ പറയുക, 5 നേരത്തെ നിസ്കാരം പറയുന്നത് ഭയങ്കര നമ്മളെ ഒരു സംരക്ഷണ കവചാണ് അല്ലെ. ഇന്ന സ്വലാത്ത് കാനത്ത് അനിൽ മീനൻ കിതാബ് തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ അല്ലെ. നീചവൃത്തികളിൽ നിന്ന്, നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അത് തടയുന്ന പറയുന്നത്. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ പതിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് നമ്മളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്കുള്ളത് നമ്മളെ കഴിവിൽപ്പെട്ടതല്ല അല്ലെ. പിന്നെ 8ാമതായിട്ട് പറയുന്ന കാര്യം എന്താ അറിയോ? നല്ല മാതൃകകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നല്ല മാതൃകകളാകണം എന്നുള്ളതാണ്. മഹാന്മാർ പറയുന്നു, നീ രഹസ്യമായി ചെയ്ത തിന്മകൾ നിങ്ങളെ മക്കൾ എന്താകും, അത് പരസ്യമായി ചെയ്യാൻ സാധ്യത ഉണ്ട്. അത് ഭയങ്കര ഗൗരവത്തിലെടുക്കണം. എന്താ അറിയോ? രഹസ്യമായിട്ട് പറഞ്ഞാല് ആൾക്കാരൊന്നും കാണാതെ അറിയാതെ ചെയ്ത ചില തിന്മകൾ ചിലപ്പോൾ അത് മക്കള് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് അവര് പഠിച്ചിട്ട് അവരെന്താക്കും, അവര് പരസ്യമായിട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്. ഭയങ്കര ഗൗരവത്തിൽ ചെയ്യേണ്ടതാണ്.
നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കുക, നന്മയിലായിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മളെ നന്മകൾ തീർച്ചയായും അവർക്ക് ലഭിക്കും. 100% അതിൽ ഉറപ്പ് പറയുന്നു. നമ്മൾ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഇല്ലേ, അതില് ഖിളർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ. അതില് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ മതില് ശരിയാക്കിയപ്പോ മൂസ അലൈഹിസ്സലാമിന് ഇങ്ങനെ ഓരോ ക്ഷമ നശിച്ച് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ആ മക്കളുടെ വിഷയത്തിൽ, അവിടെ പറയുമ്പോ കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവർ സ്വാലിഹീങ്ങളായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ ഒരു ഖൈർ ലഭിച്ചത്, അവർക്ക് നന്മ ഉണ്ടാകാൻ കാരണമായി തീർന്നത്. അതായത് മക്കൾ നല്ലതാകാൻ, മാതാപിതാക്കൾ നല്ലതാകാൻ. സുബ്ഹാനല്ലാഹ്, ധാരാളം നന്മകള് മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ പറയുന്ന അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്താ അറിയോ, ഒരുപാട് സൽക്കർമ്മങ്ങൾ അവർ മത്സരിച്ച് മുന്നേറാൻ ശ്രമിച്ച്. എന്തിനാണെന്നറിയോ, മക്കള് സ്വാലിഹീങ്ങളാകാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, തീർച്ചയായും നമ്മളെ നന്മകള് അവർക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തേ, 6 മണിയാകുമ്പോ ഞാൻ നിർത്താം, കഴിയാറായി. ഇനി 2 പോയിന്റ് കൂടിയുള്ളൂ. അപ്പം നമ്മള് നല്ല മാതൃകകൾ നമ്മളിലൂടെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളില്ലേ 1000 വട്ടം ഉപദേശിക്കുന്നതിനേക്കാളും ഒരു തവണ അതായത് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് 1000 വട്ടം ഉപദേശിക്കുന്നതിനേക്കാളും ഗുണം ചെയ്യാൻ. നമ്മൾ സമയത്തിന് നിസ്കാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ കാണണം. നമ്മൾ ഖുർആനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ കാണണം. നമ്മൾ ഖുർആൻ പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും അവർ കാണണം. അപ്പൊ അവരുടെ ഹൃദയത്തിൽ അതിന്റെ അലയൊലികൾ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ഒരു കണക്ക് പറയുന്നുണ്ട്, അതായത് 7 വയസ്സ് വരെ മക്കൾ എന്ന് പറയുന്നത് നമുക്ക് കൺകുളിർമയാണ്. ശരിയല്ലേ അല്ലെ? കുഞ്ഞു മക്കളെ കാഴ്ചകൾ ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയം എന്ന് പറയുന്നത് അവര് നമുക്കുള്ള ഹാദിമുകളായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞാൽ കേൾക്കും എല്ലാം, ശരിക്കും കറക്റ്റാണത്. നമ്മൾ പറയുന്ന എല്ലാവരും അനുസരിച്ചിട്ട് എല്ലാം ചെയ്യും. എന്നാൽ അതിന് ശേഷമുള്ള വയസ്സുണ്ടല്ലോ, 14-ന് ശേഷമുള്ള വയസ്സ്, അത് പറയുന്ന ഒന്നുകിൽ അവര് നമ്മളെ മിത്രമായിരിക്കും, അല്ലെങ്കിൽ അവര് നമ്മളുടെ ശത്രുവായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഭയങ്കര ഭയപ്പെടേണ്ട ഒരു കാര്യമാണല്ലേ. 14 വയസ്സിന് ശേഷം ഭയങ്കര, ശരിക്കും കുട്ടികൾക്കില്ലേ ഇങ്ങനെ ഒരു ഹോർമോൺ ചേഞ്ചസിന്റെ സമയമാണത്. അപ്പൊ അവർക്ക് എന്തെല്ലോ സംഭവിക്കും. അവർക്ക് ദേഷ്യം ഭയങ്കര, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചിട്ട്, പെൺകുട്ടികൾക്കും ഉണ്ടാവും കേട്ടോ. ദേഷ്യം പിടിക്കുന്നുണ്ടാകും, എതിർത്ത് സംസാരിക്കുന്നുണ്ടാവും, കയർത്ത് പറയുന്നുണ്ടാവും. നമ്മുടെ ശരിക്കും ഇതെന്താ ഇത്ര നാളും നമ്മളെ കൂടെ നിന്ന് നമ്മള് പറഞ്ഞ അനുസരിച്ച് എനിക്കെന്താ സംഭവിച്ചു, ഇങ്ങനെ ഭയങ്കര അതിശയപ്പെടും. അത് അവരുടെ ഹോർമോൺ ചേഞ്ചസിന്റെ സമയമാണ്. അന്നേരം അവർ ഒരിക്കലും എന്താ പറയാ ഭയങ്കര ഷൗട്ട് ചെയ്ത് അവരൊച്ച ഉണ്ടാക്കുന്നതിനെ കൂടുതൽ നമ്മളൊച്ച ഉണ്ടാക്കി അങ്ങനെയല്ല അവരപ്പോ നമ്മൾ ചെയ്യേണ്ടത്. ഭയങ്കര സ്നേഹം കാണിക്കേണ്ട സമയമാണത്. നമ്മൾ ചെറിയ പ്രായത്തിലല്ലേ നമ്മൾ ഭയങ്കര സ്നേഹം കാണിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവര് പറയുന്നെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കുഞ്ഞു പ്രായത്തിലാ അല്ലെ. പക്ഷെ ആ സമയത്തല്ല, ഈ 14 കഴിഞ്ഞിട്ടുള്ള മക്കളെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. അവരാവശ്യങ്ങൾ അവർ പറയുമ്പോ സ്നേഹത്തോടെ അത് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് കൃത്യമായി അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടല്ലാണ്ട് ഇല്ല ഒന്ന് ഷൗട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മളാകാൻ പാടില്ല. 14-ന് ശേഷം അവര് നമ്മളെ ഫ്രണ്ട്സ്, ഒരിക്കലും ഒരു എനിമി ആകാൻ പാടില്ല, ശത്രു ആകാൻ പാടില്ല. ശ്രദ്ധിക്കാം. അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. പിന്നെ പറയുന്നത് 9ാമത്തെ കാര്യം പറയുന്നത് എന്താ അറിയോ, നമ്മളെ മക്കള് നല്ല നാഫിലായ കുറെ സുന്നത്തുകളില്ലേ, അതെല്ലാം നമ്മളിങ്ങനെ ശീലിപ്പിക്കാൻ. പ്രത്യേകിച്ചിട്ട് രാവിലെയും വൈകുന്നേരം വരുന്ന അദ്കാറുകൾ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ശീലിപ്പിക്കണം. ഞാൻ ചോദിക്കണം, ചൊല്ലിയോ ഇത് സുബ്ഹാനല്ലാഹ് 100 തവണ, നാളെ മുതൽ നീ രാവിലെ സുബ്ഹാനല്ലാഹ് 100 സുബ്ഹാനല്ലാഹ് ചൊല്ലണേ, ഭയങ്കര പ്രതിഫലം എന്നല്ലേ. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയ 10 പ്രതിഫലം, 100 സുബ്ഹാനല്ലാഹ് ചൊല്ലിയ 1000 പ്രതിഫലം. നീ ഒരു 100 സുബ്ഹാനല്ലാഹ് നാളെ രാവിലെ ചൊല്ലണേ. അപ്പൊ ഒരു 100 സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ചോദിക്കാം, ചൊല്ലിയാ വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ കുറച്ചായിട്ട് ശീലിപ്പിക്കാം. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം പറയാ. അതുപോലെ ബിസ്മില്ലാഹിൽ ലദീ ലാ യദുർ, അത് ചൊല്ലിയാലില്ലേ അള്ളാന്റെ സംരക്ഷണം ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്, പറഞ്ഞു കൊടുക്കുക. ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, വൈകുന്നേരം ആകുമ്പോൾ അത് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കുക.
രാവിലെയും വൈകുന്നേരം അദ്കാറുകൾ, സുബ്ഹാനല്ലാഹ് കഴിയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാറിൻ്റെത്, അങ്ങനെ ഓരോന്നും 100 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശീലിപ്പിക്കുക. രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ ചെറിയ പ്രായത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിപ്പിക്കുക മക്കളെ. നമ്മൾ ചൊല്ലുന്നത് അവർ കാണണം, കേൾക്കണം. കുറച്ച് സമയമെങ്കിലും അവരെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. പിന്നെ ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയം, ഒരല്പസമയം നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം, അവർക്ക് വേണ്ടി ചെലവഴിക്കാം. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യം, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താം. ഒരു 10 മിനിറ്റെങ്കിലും എല്ലാ മക്കളെയും ഒരുമിച്ചിരുത്തിയിട്ട്, മക്കൾ മുതിർന്നിട്ട് പല ഭാഗങ്ങളിലാണെങ്കിൽ ഇന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഒരു ഒരു ഒരുമിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടല്ലേ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സുബ്ഹാനല്ലാഹ്ന്റെ കാര്യം പറയാം, ഒരു അൽഹംദുലില്ലാന്റെ കാര്യം പറയാം, ഒരു അല്ലാഹു അക്ബറിന്റെ കാര്യം പറയാം അല്ലെ. രാവിലെ അത് ചൊല്ലിയ ഇത്ര പ്രതിഫലം ഉണ്ട് കേട്ടാ. സുബഹിന്റെ മുമ്പുള്ള സുന്നത്തുണ്ടല്ലോ, അതിന്റെ ശ്രേഷ്ഠത എത്രയാണെന്നറിയോ? ചെറിയ 2 റക്അത്ത് സിമ്പിൾ ആയിട്ട് വേഗത്തിൽ നിസ്കരിച്ചാൽ മതി, പക്ഷെ അതിന്റെ പ്രതിഫലം എത്രയാണെന്നറിയോ? ഈ ദുനിയാവിലെ അപ്പൊ മക്കൾ ചോദിക്കും, അംബാനിന്റെ എത്ര ഉണ്ടാവും, അദാനിന്റെ എത്ര ഉണ്ടാവും? അവരൊക്കെ അറിയാം, നമുക്ക് അവരൊന്നും അറിയണ്ടാവില്ല. അതിന്റെ കാട്ടിയുണ്ട് തന്നെ അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആ രീതിയിൽ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണം, ചോദിക്കണം. സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച മക്കളെ, നിസ്കരിക്കും മക്കളെ, നിസ്കരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. അവർക്കൊരു വിഷമാകാത്ത രീതിയിൽ സ്നേഹത്തോടെ. എത്രയോ പ്രതിഫലം എന്നറിയോ? എങ്ങനെ ഫർളും സുന്നത്തും ഈ ദിക്റുകളും എല്ലാം നമ്മൾ ചെയ്യിപ്പിക്കാം. പിന്നെ ബാത്റൂമിൽ പോകുമ്പോഴുള്ള സുന്നത്ത്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ഉറങ്ങി എണീക്കുമ്പോൾ ഉള്ള ദുആ അല്ലെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള ദുആ, ഇഖ്ലാസ്, ഫലക്ക്, നാസ്, ആയത്തുൽ കുർസി, ആമന റസൂൽ, ഇതെല്ലാം നമ്മൾ ഓതി കൊടുത്തിട്ട് തന്നെ ചെറുപ്പത്തിലേ അതെല്ലാം ചെയ്ത് പഠിപ്പിക്കുക. വലുതായാലും ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചെയ്തിനോ എപ്പോഴും ചോദിക്കുക. എല്ലാ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 ചൊല്ലിയ മക്കളെ ചോദിക്കണം, എപ്പോഴും ചോദിക്കണം, മറക്കണ്ട. എത്ര വലിയ മക്കളായാലും ചോദിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിലും അവർ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യട്ടെ, ആദ്യമൊക്കെ അങ്ങനെ ചെയ്യട്ടെ, പിന്നെ അത് അവർ റബ്ബിന് വേണ്ടി ആയിക്കോളും. ആ ചെയ്തു വരുമ്പോ അല്ലെ, സ്വർഗാന്ന് പ്രതിഫലം പറഞ്ഞു കൊടുക്കണം. ദിക്റുകൾ ചൊല്ലി ശീലിപ്പിക്കണം, ചെറുപ്പത്തിലേ ശീലിപ്പിക്കണം. പണ്ട് കാലത്തൊക്കെ മഗ്‌രിബെല്ലാം കഴിഞ്ഞാല് അല്ലെ വയസ്സായ അമ്മാമ്മമാരും എല്ലാരും കൂടി ഇരുത്തിയിട്ട് ഇങ്ങനെ ദിക്റെല്ലാം ചൊല്ലിപ്പിക്കുന്നുണ്ടാവും. ഇന്ന് അങ്ങനെയുള്ള യാതൊന്നും ഇല്ല. നമുക്ക് അതൊക്കെ അന്യമായി പോയില്ലേ. ഒരുമിച്ചിരുന്ന് ദിക്റ് ചൊല്ലലും ഖുർആൻ ഓതലും ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 വട്ടം ചൊല്ലിപ്പിക്കുന്നത്. അന്ന് അവർക്ക് അതിന്റെ പ്രാധാന്യം മാത്രം അറിയില്ലെങ്കിൽ അവര് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഉമ്മാമന്റെ കൈമിലും മൊബൈൽ തന്നെ, ഉപ്പാപ്പന്റെ കൈമിലും മൊബൈൽ തന്നെ. കുഞ്ഞ് ഒരു വയസ്സാകുന്നതിന് മുമ്പേ കുട്ടികളെ കയ്യിലും മൊബൈൽ തന്നെ. ദിക്റും ഇല്ല, ഫോണും ഇല്ല, സോറി ഖുറാനും ഇല്ല, ദിക്റും ഇല്ല, ഒന്നുമില്ല. എല്ലാവരുടെ കൈമിലും ഷോർട്സ്, റീൽസ് അല്ലേ. കാണിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അന്യമതത്തിലുള്ള ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ടിട്ടുണ്ടായിരുന്നു. അയാൾ പോലും പറയുന്നത് ചെറിയ കുട്ടികളെ റീൽസ്, ഷോർട്സ് കാണിക്കരുത്, അവരുടെ ബുദ്ധിക്ക് തന്നെ ഇത് സംഭവിക്കും പോലും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഇപ്പൊ ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞില്ലേ, 9 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ ഓരോന്നും? 10ാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഒന്നും കൂടി ആദ്യം മുതലുള്ള ഓരോന്ന് ചോട്ടായിട്ട് പറയാൻ. ഒന്നാമതായിട്ട് പറഞ്ഞത് ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിയത്ത് നന്നാക്കാന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് പറഞ്ഞത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാന്നുള്ളത്, പ്രാർത്ഥിക്കാന്നുള്ളത്. പിന്നെ മൂന്നാമത്തായിട്ടുള്ളത് വിശ്വാസം ശരിയാക്കാം, അതായത് തൗഹീദ്, ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ശരിയാക്കാം. പിന്നെ മക്കൾക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കുക, നീതി പുലർത്താന്നുള്ളത്. അഞ്ചാമത്തത് കരുണയോടുകൂടി പെരുമാറാം, മക്കളോട് കാരുണ്യത്തോടെ സൗമ്യമായിട്ട്. കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ശിക്ഷിക്കരുത്, അടിക്കരുത്. സൗമ്യതയോടുകൂടി പെരുമാറാം, അവർക്ക് എന്തും പറയാൻ കഴിയുന്ന രീതിയിലുള്ള മാതാപിതാക്കളാകാം. ആറാമത്തത് ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കാം. പിന്നെ മക്കളുടെ കൂട്ടുകെട്ടുകൾ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കാം. പിന്നെ നല്ല നല്ല മോഡൽ, നമ്മൾ മാതൃക അല്ലെ, നമ്മൾ നല്ല റോൾ മോഡൽ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ദിക്റുകളുടെ കാര്യത്തില്, സുന്നത്തുകളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കാം. 9 കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇനി 10ാമത്തെ കാര്യം എന്താണെന്നറിയോ? 10ാമത്തെ കാര്യം ഈ പറഞ്ഞതെല്ലാം മക്കളിലേക്ക് ഉണ്ടാവണം അല്ലെ, നമ്മളിലും നമ്മളെ മക്കളിലും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? റബ്ബില് പൂർണ്ണമായ തവക്കുൽ വേണം. അതാണ് 10ാമത്തെ കാര്യം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും
റബ്ബിലേക്ക് നമ്മൾ എന്താക്കുക, തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക, അള്ളാനെ ഏൽപ്പിക്കുക. നമ്മൾ വേറെ ആരും ഏൽപ്പിക്കണ്ട. ഒരു കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോകണ്ട, ഒരു കൗൺസിലറെ ഏൽപ്പിക്കണ്ട, ഒരു ഉസ്താദിനെ ഏൽപ്പിക്കണ്ട, ഒരു ടീച്ചറെ ഏൽപ്പിക്കണ്ട. നമ്മളുടെ കാര്യവും നമ്മുടെ മക്കളെ കാര്യവും നമ്മൾ റബ്ബിന് വിട്ടുകൊടുക്കാം. പൂർണ്ണമായിട്ട് അള്ളാഹ്ക്ക് ഏൽപ്പിക്കാം. നമ്മൾ അള്ളാഹുവിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചോ അവൻ അള്ളാഹ് മതിയായവനാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അള്ളാഹ് ഉപജീവനം നൽകും. റിസ്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം മാത്രമല്ല കേട്ടാ, എല്ലാം പെടും റിസ്ഖില്, എല്ലാം കിട്ടും റബ്ബില് നമ്മൾ തവക്കുൽ ചെയ്താല്. അല്ലെ, നമുക്ക് പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അതാ. അവരെന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ്. അല്ലെ, ഹസ്ബി അല്ലാഹ്, എനിക്ക് റബ്ബ് മതി. ലാ തഹസൻ ഇന്നല്ലാഹ മഅന, റബ്ബിന്റെ കൂടെ. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ലെ, അവിടെ എല്ലാം എന്താ വന്നത്? റബ്ബുണ്ട് എന്നുള്ളതാ. നമുക്ക് ആ വിശ്വാസം വേണം, നമുക്ക് ആ തവക്കുൽ ഉണ്ടാകണം, റബ്ബിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. എന്റെ മക്കളെ ഞാനിതാ റബ്ബെ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നുള്ള, നീ ഏറ്റെടുക്കല്ല. എന്റെ മക്കളെ നീ ഏറ്റെടുക്ക, എന്നെ നീ ഏറ്റെടുക്കല്ല. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുന്നില്ലേ? ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹുവേ, ഞാൻ നിന്നോട് സഹായം തേടുന്നുള്ള, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ള. അല്ലെ, ബിറഹ്മതിക നസ്തഗീസ് വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തീർക്കല്ല. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും ഒരു കാര്യം നീ എന്നെ ഏൽപ്പിക്കില്ല റബ്ബേ. പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ക്ലാസ് കേട്ട ഓരോരുത്തർക്കും ഈ പോയിന്റുകൾ ഓരോന്നും നോട്ട് ചെയ്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ നല്ലതാവണം തന്നെയാണ്. ഒരു ഉമ്മയും ഒരു വാപ്പയും മക്കള് വഴിപിഴച്ചു പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കൂല. 100% നല്ലതാവണമെന്നേ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഓരോ മാതാപിതാക്കളും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധ പുലർത്താനല്ല, എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കുക, ഇഖ്ലാസോട് കൂടി ചെയ്യുക, എല്ലാം റബ്ബിന് വേണ്ടിയിട്ട് മാത്രമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് അനുകൂലമായി കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? റബ്ബിന് വേണ്ടി, റബ്ബിലേക്ക്. തുടക്കം നമ്മൾ റബ്ബിന് വേണ്ടി, അവസാനം നമ്മൾ റബ്ബിലേക്ക്. അങ്ങനെയാണ് അല്ലെ, നമ്മൾ തുടങ്ങിയത് ഇഖ്ലാസ് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വേണം ആക്കണം. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? എല്ലാം ഇതാ അള്ളാഹ്, ഞാൻ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. അങ്ങനെ ഒരു ഏൽപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും റഹ്മാനായ റബ്ബെ, നിന്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഈ പറയുന്ന എനിക്കും കേട്ട എല്ലാവർക്കും അള്ളാഹുവെ ഇത് പ്രാവർത്തികമാക്കാൻ, അമൽ കൊണ്ടുവരാൻ, ജീവിതത്തിലെ മുഴുവൻ മേഖലകളിലും ഇത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ, മരണം വരെ ഈ ഒരു അദബ്, ഈ ഒരു ചിട്ട കാത്തു സൂക്ഷിക്കാൻ റഹ്മാനായ റബ്ബെ നീ നല്ല തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. നിന്റെ കാരുണ്യം ഞങ്ങൾ സദാ വർഷിക്കണേ റഹ്മാനെ. നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പൈശാചികതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ ഫിത്നകളിൽ നിന്നും നാഥാ ഞങ്ങൾ എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വരും തലമുറകൾക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ലൊരു ഉമ്മത്തിനെ വാർത്തെടുക്കാൻ, നല്ല എല്ലാവർക്കും മാതൃകയാക്കാൻ കഴിയുന്ന നല്ലൊരു ഉമ്മത്തിനെ വാർത്തെടുക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. നിന്റെ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നല്ല മുത്തഖീങ്ങളായി മുഖ്ലിസീങ്ങളായി ദുനിയാവിൽ ജീവിച്ച് മരിക്കുവാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഈ ഒരു മദ്രസ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അള്ളാഹുവെ. എല്ലാവർക്കും റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ റഹ്മാനായ റബ്ബെ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. ഈ മദ്രസയിൽ പഠിക്കുന്ന ഓരോ മക്കളെയും, എല്ലാ മക്കളെയും, ഈ ദുനിയാവിലുള്ള എല്ലാ മക്കളെയും അള്ളാഹുവെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവിധ തിന്മകളിൽ നിന്നും, ഈ ദുനിയാവിന്റെ ഇന്നത്തെ ആധുനിക ലോകത്തെ എല്ലാതരം ഫിത്നകളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത്രയും നല്ലൊരു ക്ലാസ് നമ്മളെ പേരൻസിന് വേണ്ടി തന്ന ഹസീനത്തേക്ക് ഒരുപാട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇനിയും ഞങ്ങൾ ഇത്താനെ പ്രതീക്ഷിക്കും ഇൻഷാ അല്ലാഹ്, ഹസീന ടീച്ചറെ നമ്മുടെ അലിത്തിഖാന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ ഇതിൽ പങ്കെടുത്ത എല്ലാ പേരൻസിനും, അലിത്തിഖാൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരൻസിനും അല്ലാത്ത സഹോദരിമാർക്കൊക്കെ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാണ്. അപ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.